സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം 10-ാം ശ്ലോകം. ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പറഞ്ഞ മുക്തസംഘസമാചര മുക്തസംഘനായി കർമ്മത്തെ ശരിയായി അനുഷ്ഠിക്കുക. അതാണ് ഇവിടെ കർമ്മയോഗിക്ക് കൊടുക്കുന്ന ഉപദേശം. ഇനി കർമ്മങ്ങളുടെ ആവശ്യകതയെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ സഹ യജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യധ്വം ഏഷ ഉത്തിഷ്ഠ കാമധുക്. ഇതശ്ച അധികൃതേന കർമ്മകർത്തവ്യം. ഇനി പറയാൻ പോകുന്ന കാരണങ്ങളെ കൊണ്ടും അധികൃതൻ അധികാരിയായിട്ടുള്ളവൻ കർമ്മകർത്തവ്യം കർമ്മം ചെയ്യേണ്ടതാണ്. ഇവിടെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അധികൃതേന, കർമ്മത്തിന് അധികാരിയായിട്ടുള്ളവൻ കർമ്മം ചെയ്യണം. എന്തുകൊണ്ട്? സഹ യജ്ഞസഹിതാഃ പ്രജാഃ ത്രയോ വർണ്ണാഃ താ സൃഷ്ടൗ ഉത്പാദ്യ പുരാ പൂർവം സർഗാദൗ ഉവാച ഉക്തവാൻ പ്രജാപതിഃ പ്രജാനാം സ്രഷ്ട. സൃഷ്ടിയുടെ ആരംഭത്തിൽ സഹയജ്ഞ യജ്ഞസഹിത യജ്ഞങ്ങളോടൊപ്പം പ്രജാഃ പ്രജകളെയും സൃഷ്ടിച്ചു. അവർക്ക് വേണ്ടി കർമ്മങ്ങളെ പറഞ്ഞു. അപ്പൊ പ്രജകളെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും ഇവിടെ ഭാഷ്യകാരൻ സ്വീകരിക്കുന്നില്ല. ത്രയോ വർണ്ണാഹ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ഈ 3 വർണ്ണങ്ങൾ പ്രത്യേകം പറയുന്നു. എന്തുകൊണ്ട്? ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച് ഈ 3 വർണ്ണങ്ങൾക്കേ യജ്ഞത്തിന് അധികാരമുള്ളൂ. വേദാധ്യയനവും വൈദിക യജ്ഞ അനുഷ്ഠാനവും ശൂദ്രനും നിഷേധിച്ചിരിക്കുകയാണ്. അതാണ് പറഞ്ഞ് ത്രയോ വർണ്ണാഹ, 3 വർണ്ണങ്ങൾ. പക്ഷെ ഇതിന് പ്രജകളെന്നേ പറയുന്നുള്ളൂ, ജനങ്ങളെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഭാഷ്യകാരന്റെ അഭിപ്രായമാണ് അത് ജനങ്ങളെ മുഴുവൻ യജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ജനങ്ങളെ മുഴുവൻ സ്വീകരിക്കാൻ പാടില്ല, 3 വർണ്ണങ്ങളെ. താഹ സൃഷ്ട്വ, അവരെ സൃഷ്ട്വ ഉത്പാദ്യ, സൃഷ്ടിച്ചിട്ട് പുരാ പൂർവം സർഗാദോ, സർഗത്തിന്റെ ആദിയിൽ ഈ 3 വർണ്ണത്തിലും പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഉവാച ഉക്തവാൻ പ്രജാപതി, പ്രജാപതിയായ പ്രജകളെ സൃഷ്ടിച്ചവനായ സൃഷ്ടികർത്താവ് നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വേദത്തിലൂടെ യജ്ഞങ്ങളെ വെളിപ്പെടുത്തിയ കാര്യമാണ്. അനേന യജ്ഞേന പ്രസവിഷ്യധ്വം, ഈ യജ്ഞത്തിലൂടെ പ്രസവോ വൃദ്ധി ഉത്പത്തി താം കുരുധ്വം, യജ്ഞത്തിലൂടെ നിങ്ങൾ വൃദ്ധിയെ പ്രാപിക്കൂ. എന്ന് പറഞ്ഞു. യജ്ഞം ഈ ത്രൈവർണികർ യജ്ഞം ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തു. അവരോട് യജ്ഞത്തിലൂടെ അഭിവൃദ്ധി പ്രാപിക്കാൻ പറഞ്ഞു. താം കുരുധ്വം യേഷ യജ്ഞോ വഹ യുഷ്മാകം അസ്തു ഭവതു ഇഷ്ടകാമത.
ഈ യജ്ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടകാമങ്ങളെ നൽകുന്നതാകട്ടെ. ഇഷ്ടകാമ ഇഷ്ടാൻ അഭിപ്രേതാൻ കാമാൻ ഫലവിശേഷാൻ ദോഗ്ധി ഇത് ഇഷ്ടകാമത്. ഇഷ്ടമുള്ള കാമങ്ങളെ ഫലങ്ങളെ യജ്ഞങ്ങൾ നൽകട്ടെ എന്ന് പറഞ്ഞ് യജ്ഞങ്ങളെ വിധിച്ചു എന്നാണ്. പ്രജാപതി ഈ 3 വർണ്ണത്തിലും പെട്ട പ്രജകൾക്ക് വേണ്ടി വിധിച്ചു എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇതിനെ പലരും വിമർശിക്കുന്നുണ്ട്. പിൽക്കാലത്ത് വന്ന് പല വ്യാഖ്യാതാക്കളും ഭാഷ്യകാരന്റെ ഈ പക്ഷപാതത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രജകളെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ താൻ വ്യാഖ്യാനിച്ചു പ്രജാഹ ത്രയോ വർണ്ണാഹ എന്നിവിടെ കൂട്ടിച്ചേർന്നു. അത് ശൂദ്രനെ നിന്ന് ഒഴിവാക്കി മറ്റു 3 പേരൊക്കെ മാത്രം യജ്ഞങ്ങൾ ചെയ്യാൻ അവകാശമുള്ളൂ എന്ന് പറഞ്ഞത് ഭാഷ്യകാരനെ വിമർശിക്കുന്ന ഒരു ഭാഗമാണ്. പിൽക്കാലത്ത് നിന്ന് പലരും ഇത് ചൂണ്ടിക്കാട്ടി ഇത് ശരിയല്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. ശരിയാണെന്നും പറയാം, ശരിയല്ലെന്നും പറയാം. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. എന്തായാലും ഭാഷ്യം ഇങ്ങനെയാണ്, ഭാഷ്യകാരൻ ഇങ്ങനെയാണ് ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് യജ്ഞങ്ങളെക്കുറിച്ച് പറയുകയാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ വേദത്തിലൂടെ ധർമ്മങ്ങളെ വെളിപ്പെടുത്തി, അതിൽ യജ്ഞങ്ങളെയും വെളിപ്പെടുത്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. പ്രജാപതി സൃഷ്ടികർത്താവ് പുരാ സൃഷ്ടിയുടെ ആരംഭത്തിൽ സഹയജ്ഞ യജ്ഞങ്ങളോടൊപ്പം പ്രജാഹ സൃഷ്ട പ്രജകളെയും സൃഷ്ടിച്ചിട്ട് അനേന പ്രസവിഷ്യധ്വം അനേന ഈ യജ്ഞത്തിലൂടെ വൃദ്ധിയെ പ്രാപിക്കൂ. യേശ ഈ യജ്ഞം വഹ നിങ്ങളുടെ ഇഷ്ടകാമധുക് ഇഷ്ടകാമങ്ങളെ നൽകുന്നവയാകട്ടെ. അസ്തു വഹ അസ്തു ഇഷ്ടകാമധുക് എന്നാണ്. ഓസ്തിഷ്ടകാമധുക് എന്നുള്ളത് ഇവിടെ 3 പദങ്ങളാണ്. വഹ അസ്തു ഇഷ്ടകാമധുക്. സന്ധി ചെയ്യുമ്പോൾ ഓസ്തിഷ്ടകാമധുക് എന്നാണ്. വഹ നിങ്ങളുടെ ഇഷ്ടകാമധുക് അസ്തു ഇഷ്ടകാമങ്ങളെ നൽകുന്നവയാകട്ടെ എന്ന് ഉവാച പറഞ്ഞു, വേദത്തിലൂടെ വെളിപ്പെടുത്തി. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം ഏഷവോച്ഛിഷ്ടകാമധുക് ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയപരമവാപ്സിത. കഥം എങ്ങനെയാണ് ഈ യജ്ഞങ്ങൾ ഒരാൾക്ക് ഇഷ്ടത്തെ നൽകുന്നത് എന്ന് പറയുന്നു. ദേവാനദി ദേവാൻ ഇന്ദ്രാദീൻ ഭാവയത വർദ്ധയത അനേന യജ്ഞേന. ഈ യജ്ഞങ്ങളെ കൊണ്ട് ദേവന്മാരെ വർദ്ധിപ്പിക്കൂ, ദേവന്മാരെ പുഷ്ടിപ്പെടുത്തും. എന്നുവെച്ചാൽ അവർക്ക് യജ്ഞത്തിൽ അർപ്പിക്കുന്ന ഹവിസും മറ്റും അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് അവർ വൃദ്ധിയെ പ്രാപിക്കട്ടെ എന്നാണ്. ദേവാൻ ഇന്ദ്രാദീൻ ഭാവയത വർദ്ധയത അനേന യജ്ഞേന തേ ദേവ
അങ്ങനെ സന്തുഷ്ടരായ ദേവന്മാർ ഭാവയന്തു ആപ്യായന്തു വൃഷ്ട്യാദിന വഹയുഷ്മാൻ നിങ്ങളെ വൃഷ്ട്യാദി പ്രകൃതി ശക്തികളെ നിങ്ങൾക്ക് അനുകൂലമായി നൽകിയിട്ട് ആപ്യായന്തു നിങ്ങൾക്കും അഭിവൃദ്ധിയെ ഉണ്ടാക്കട്ടെ. ഭാവയന്തു അഭിവൃദ്ധി ഉണ്ടാക്കട്ടെ. ഏവം പരസ്പരം അന്യോന്യം ഭാവയന്ത ഇങ്ങനെ പരസ്പരം അന്യോന്യം വൃദ്ധി ചെയ്തിട്ട് മനുഷ്യൻ യജ്ഞം ചെയ്ത് ദേവന്മാരെ സന്തുഷ്ടരാക്കുന്നു. ദേവന്മാർ പ്രകൃതി ശക്തികളെ വൃഷ്ടിയെയും മറ്റും വൃഷ്ടിയാദിന എന്ന് പറഞ്ഞു. എല്ലാ പ്രകൃതി ശക്തികളെയും മനുഷ്യന് അനുകൂലമാക്കി അവന് വൃദ്ധിയെ നൽകുന്നു. ഇങ്ങനെ മനുഷ്യൻ വൃദ്ധിയെ പ്രാപിച്ച് ശ്രേയ പരം മോക്ഷലക്ഷണം വിജ്ഞാനപ്രാപ്തി ക്രമേണ അവാപ്സ്യത സ്വർഗം വാ പരം ശ്രേയോ അവാപ്സ്യത ശ്രേയപരം അവാപ്സ്യത പരവുമായ ശ്രേയസ്സിനെ പ്രാപിക്കൂ എന്നാണ്. പരവുമായ ശ്രേയസ് എന്ന് പറയുമ്പോൾ അവിടെ മുഖ്യമായിട്ട് മോക്ഷമാണ്. അതുകൊണ്ട് ആദ്യം അത് പറഞ്ഞു. ശ്രേയ പരം മോക്ഷലക്ഷണം. എങ്ങനെ? വിജ്ഞാനപ്രാപ്തി ക്രമേണ മനുഷ്യൻ വൃദ്ധിയെ പ്രാപിച്ച് വിജ്ഞാനപ്രാപ്തിയിലൂടെ മോക്ഷത്തെ പ്രാപിക്കുക. അല്ലെങ്കിൽ ഇവിടെ കർമ്മത്തിനെ കുറിച്ച് പറയുന്ന പ്രകടനമാണ്. കർമ്മം അനുഷ്ഠിക്കുന്നതുകൊണ്ട് എങ്ങനെ മോക്ഷം കിട്ടുന്നത്? അതുകൊണ്ട് പറയുന്നു സ്വർഗം വാ പരം ശ്രേയോ ആപ്സ്യത സ്വർഗത്തെ പ്രാപിക്കട്ടെ, സ്വർഗീയ സുഖങ്ങളെ പ്രാപിക്കട്ടെ എന്നാണ്. ഈ ഇത്ര ഒരു യജ്ഞസങ്കല്പം ഇത് വേദത്തിലുള്ളതാണ്. അതിന്റെ ഫലം അതും വേദത്തിൽ പറയുന്നത് മുഖ്യമായിട്ട് സ്വർഗസുഖത്തെക്കുറിച്ചാണ്. ആ യജ്ഞം ദേവന്മാരെ തൃപ്തിപ്പെടുത്താനുള്ളതാണെന്നും പറയുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ഓർക്കണം. 2-ാം അധ്യായത്തിൽ പറഞ്ഞു യാമിമാം പുഷ്പിതാം വാചം പ്രവദന്ത്യ വിപശ്ചിത വേദവാദരഥാപാർത്ഥ നാന്യതസ്ഥീതി വാദന എന്ന് പറഞ്ഞവിടെ വേദത്തിലെ കർമ്മകാണ്ഡത്തെ നിഷേധിച്ചിട്ടുമുണ്ട്. അവിടെ കർമ്മകാണ്ഡത്തെ കാമനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെ അവിടെ നിഷേധിച്ചു. പക്ഷെ ഇവിടെ വരുമ്പോൾ കർമ്മകാണ്ഡത്തെ അനുകൂലിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നത് സമാധാനം പറയുന്നത് അധികാരഭേദമനുസരിച്ചാണ്. തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ കർമ്മകാണ്ഡത്തെ നിഷേധിക്കുന്നുണ്ടെങ്കിലും കർമാധികാരികൾക്ക് കർമ്മകാണ്ഡത്തെ അനുകൂലിക്കുന്നുണ്ട്. ഇവിടെ പൂർണ്ണമായിട്ടും കർമ്മകാണ്ഡത്തെ ഭാഷ്യകാരനും ഗീതാകാരനും രണ്ടുപേരും ഇവിടെ അംഗീകരിക്കുകയാണ്. കർമ്മയോഗിക്ക് വേണ്ടി കർമ്മകാണ്ഡം ആവശ്യമാണ്. അതുകൊണ്ട് അതിനിവിടെ അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ ദേവന്മാരെ യജ്ഞാദികൾ ചെയ്ത് തൃപ്തിപ്പെടുത്തുക, ഇങ്ങനെ ദേവന്മാർ മനുഷ്യരെ തൃപ്തിപ്പെടുത്തുക, ഇങ്ങനെ പരസ്പര ആശ്രയത്തിലൂടെ മനുഷ്യൻ പരമമായ ശ്രേയസ്സിനെ പ്രാപിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇതും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ഇനി വരുന്ന ഭാഗങ്ങൾ അത് വ്യക്തമാകും. ശ്ലോകത്തിൽ നോക്കുക. അനേന യജ്ഞേന ഈ യജ്ഞം കൊണ്ട് ദേവാൻ ഭാവേത ദേവന്മാരെ അഭിവൃദ്ധിപ്പെടുത്തൂ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കൂ. തേ ദേവാഹ ആ ദേവന്മാർ വഹ നിങ്ങളെ ഭാവയന്തു സന്തോഷിപ്പിക്കട്ടെ. ഇവം ഇങ്ങനെ പരസ്പരം ഭാവയന്ത പരസ്പരം
സന്തോഷപ്പെടുത്തി, അല്ലെങ്കിൽ വൃദ്ധിയെ ഉണ്ടാക്കി, പരം ശ്രേയ അവാപ്സ്യത, പരമമായ ശ്രേയസിനെ പ്രാപിക്കൂ, മോക്ഷത്തെ അല്ലെങ്കിൽ സ്വർഗത്തെ പ്രാപിക്കൂ. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃപരമവാപ്സ്യഥ ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ പ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ കിഞ്ച മാത്രമല്ല ഇഷ്ടാൻ ഭോഗാൻ ഇഷ്ടാൻ അഭിപ്രേതാൻ ഭോഗാൻ ഹി വഹ യുഷ്മഭ്യം ദേവാഹ ദാസ്യന്തേ. ഇഷ്ടാൻ അഭിപ്രേതാൻ ഇഷ്ടമുള്ള ഭോഗാൻ ഭോഗ്യവസ്തുക്കളെ വഹ യുഷ്മഭ്യം നിങ്ങൾക്ക് ഈ യജ്ഞം ചെയ്യുന്നവർക്ക് ദേവാഹ ദാസ്യന്തേ ദേവന്മാർ നൽകുന്നു. വിതരിഷ്യന്തി സ്ത്രീ പശുപുത്രാദീൻ. എന്താണ് ഇഷ്ടമായ ഭോഗ്യവസ്തുക്കൾ? സ്ത്രീ, പശു, പുത്രൻ തുടങ്ങിയവ. എങ്ങനെ? യജ്ഞഭാവിതാഹ യജ്ഞൈ വർദ്ധിതാഹ തോഷിത ഇത്യർത്ഥഃ. യജ്ഞങ്ങളെ കൊണ്ട് സന്തോഷിച്ച ദേവന്മാർ. ഈ മനുഷ്യൻ ചെയ്യുന്ന യജ്ഞങ്ങളിൽ സന്തോഷിക്കുന്ന ദേവന്മാര് ആ മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് നൽകുന്നു. തേഹി ദേവേഹി ദത്താൻ ഭോഗാൻ അപ്രദായ അദത്വ ആനർണ്യം അകൃത്വ ഇത്യർത്ഥം. അങ്ങനെ ദേവന്മാരാണ് മനുഷ്യന് വേണ്ട ഭോഗ്യവസ്തുക്കളെയൊക്കെ നൽകുന്നത്. അങ്ങനെ ദേവേഹി ദത്താൻ ഭോഗാൻ ദേവന്മാർ നൽകിയ ഈ ഭോഗ്യവസ്തുക്കളെ അപ്രദായ അദത്വ തിരിച്ചു കൊടുക്കാതെ ആനർണ്യം അകൃത്വ ആ കടം വീട്ടാതെ. ആനർണ്യം കൃത്വ എന്ന് വെച്ചാൽ കടം, ആനർണ്യം എന്ന് വെച്ചാൽ കടം, ബാധ്യത. അപ്പൊ ദേവന്മാരിൽ നിന്ന് ഇത് സ്വീകരിക്കുമ്പോൾ ദേവന്മാരോടൊരു കടം വരുന്നു, കടപ്പാട് വരുന്നു, ബാധ്യത വരുന്നു. അത് വീട്ടാതെ ഏഭ്യോ ദേവേഭ്യോ ഈ ദേവന്മാർക്ക് ഉള്ള കടം വീട്ടാതെ യോ ഭുങ്ക്തി ആരാണോ ഭുജിക്കുന്നത്, ദേവന്മാർ തന്നതിനെ അനുഭവിക്കുന്നത്, സ്വദേഹേന്ദ്രിയാണ്യവ തർപ്പയതി സ്വദേഹേന്ദ്രിയങ്ങളെ തന്നെ അവൻ തൃപ്തിപ്പെടുത്തുന്നു. സ്തേനയവ സ്തേനനാണ് അവൻ, ചോരനാണ്, തസ്കരയവ ദേവാദിസ്വ അപഹാരി ദേവാദികളുടെ സ്വത്ത് അവരുടെ സ്വത്തിനെ അപഹരിക്കുന്നവനാണത്. അപ്പൊ ദേവന്മാരുടെ സന്തോഷം കൊണ്ട് അവരുടെ അനുഗ്രഹമായി കിട്ടുന്ന ഭൗതിക സമ്പത്തുക്കളെ തിരിച്ച് ദേവന്മാർക്ക് അർപ്പിക്കാതെ ആരാണോ അനുഭവിക്കുന്നത് അവൻ ദേവന്മാരുടെ സ്വത്തിനെ അപഹരിക്കുന്ന തസ്കരനാണ്. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ദേവന്മാരെ യജ്ഞം കൊണ്ട് ആരാധിച്ച് അവരുടെ പ്രീതി കൊണ്ട് കിട്ടുന്നതാണ് ഭൗതികമായ ഐശ്വര്യങ്ങളെല്ലാം. തിരിച്ചത് അവർക്ക് സമർപ്പിച്ചതിന് ശേഷമേ അത് ഭക്ഷിക്കാവൂ, അനുഭവിക്കാവൂ എന്നൊരാശയമാണ് ഇവിടെ പറയുന്നത്. ശ്ലോകത്തിൽ നോക്കുക. വഹ യജ്ഞഭാവിതാഹ ദേവാഹ യജ്ഞഭാവിതാഹ യജ്ഞം കൊണ്ട് സന്തോഷിക്കപ്പെട്ടവരായ ആ ദേവന്മാർ വഹ നമുക്ക് ജീവന്മാർക്ക് ഇഷ്ടാൻ ഭോഗാൻ ദാസ്യന്തി ഇഷ്ടഭോഗങ്ങളെ ഭോഗ്യവസ്തുക്കളെ ദാസ്യന്തി ദാനം ചെയ്യുന്നു, നൽകുന്നു.
തൈർദത്താൻ തൈഹി ദത്താൻ ആ ദേവന്മാരാൽ നൽകപ്പെട്ടതായ ഈ ഭോഗ്യവസ്തുക്കളെ ഏഭ്യോ അപ്രദായ ഇവർക്ക് ഈ ദേവന്മാർക്ക് അപ്രദായ നൽകാതെ യോ ഭുങ്ക്തേ ആരാണോ അനുഭവിക്കുന്നത് സഹ സ്തേന ഏവ അവൻ സ്തേനൻ ചോരൻ തന്നെയാണ്. ഇവിടെ ദേവന്മാർക്ക് ഇത് നൽകണം എന്നാണ്. ഇഷ്ടാൻ ഭോഗാൻ ഹ്യോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സ യജ്ഞശിഷ്ടാസിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. യേ പുനഃ ദേവയജ്ഞാദീൻ നിർവൃത്യ ദേവയജ്ഞാദികളെ അനുഷ്ഠിച്ചിട്ട്. ഇവിടെ യജ്ഞങ്ങളെന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ പ്രത്യേകിച്ചെടുത്ത് പറയുന്നു ദേവയജ്ഞാദികൾ. ദേവയജ്ഞങ്ങൾ ആദികളെന്ന് പറയുമ്പോൾ ഗൃഹസ്ഥന്മാർക്ക് വേണ്ടി സ്മൃതികളിലും മറ്റും വിധിച്ചിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങൾ, പഞ്ചസൂനങ്ങൾക്ക് പരിഹാരമായി, പഞ്ചപാപങ്ങൾ പരിഹാരമായി പഞ്ചമഹായജ്ഞങ്ങൾ വിധിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്നാണ് ദേവയജ്ഞം. ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന യജ്ഞങ്ങൾ, അത് ദേവയജ്ഞം. അതുപോലെ പിതൃയജ്ഞം ഉണ്ട്. പിതൃലോകത്ത് കഴിയുന്ന പിതൃക്കൾ, പിതൃദേവന്മാര്, അവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന വൈദികവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ പിതൃയജ്ഞങ്ങൾ. നൃയജ്ഞം മറ്റ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന സത്കർമ്മങ്ങളെല്ലാം നൃയജ്ഞത്തിൽ അതിൽ പറയുന്നത് അതിഥികളെ സ്വീകരിക്കുക, പിന്നെ ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കുക, ഇതെല്ലാം നൃയജ്ഞത്തിൽപ്പെടുന്നു. ഇതും ഗൃഹസ്ഥന്റെ ധർമ്മമാണ്. ബ്രഹ്മയജ്ഞം എന്ന് പറയുമ്പോൾ വേദം അധ്യയനം ചെയ്യുക, അധ്യാപനം ചെയ്യുക, പഠിക്കുക, പഠിപ്പിക്കുക, അതെല്ലാം ബ്രഹ്മയജ്ഞത്തിൽ വരുന്നു. പിന്നെ വരുന്ന ഭൂതയജ്ഞം, മറ്റു പ്രാണികളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളല്ല. അതായത് മനുഷ്യൻ സാധാരണ പ്ലാനും പദ്ധതിയെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യനെപ്പോഴും സേവിക്കുന്നത് മനുഷ്യനെയാണ്. മനുഷ്യനുതകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഋഷിമാരുടെ സങ്കല്പം അനുസരിച്ച് അല്ലെങ്കിൽ ആർഷ സംസ്കാരം അനുസരിച്ച് അത് പോരാ. നമ്മൾ മനുഷ്യന്റെ സേവയിൽ മാത്രം മുഴുകിയിരിക്കുമ്പോൾ അത് മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയാണ്. മനുഷ്യൻ മനുഷ്യന് വേണ്ടി മാത്രം ചെയ്യുന്നു. മനുഷ്യൻ മറ്റുള്ള മനുഷ്യർക്ക് വേണ്ടി ചെയ്താലും ശരി, അത് മനുഷ്യവംശത്തിന്റെ ഒരു സ്വാർത്ഥതയാണ്. മറ്റ് ജീവികളെക്കുറിച്ച് കൂടി ചിന്തിക്കാതെ ഇത് ചെയ്യുന്നു. മറ്റ് പ്രാണികൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് അത് വ്യർത്ഥമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ ഭൂമണ്ഡലത്തിൽ മനുഷ്യന് ഉള്ളതുപോലെ തന്നെ ജീവിക്കുന്നതിനും വളരുന്നതിനും എല്ലാമുള്ള അവകാശം മറ്റു പ്രാണികൾക്കുമുണ്ട്. അത് മനുഷ്യന്റെ അധീശത്വം, മറ്റ് ജീവന്മാരുടെ മേലുള്ള മനുഷ്യന്റെ അധീശത്വം കൊണ്ട് എന്ത് ചെയ്തു, മറ്റു പ്രാണികളെല്ലാം കഷ്ടപ്പെടുന്നു. ഇത് മനസ്സിലായിക്കൊണ്ടാണ് ഋഷിമാർ ഭൂതയജ്ഞം, എല്ലാ പ്രാണികളുടെയും മറ്റു പ്രാണികളുടെ എല്ലാം
നന്മയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രവർത്തിക്കുക. പക്ഷിമൃഗാദികൾ അത് ഗൃഹസ്ഥന്റെ നിത്യകർമ്മമാണ്. അവൻ എല്ലാ ദിവസവും ചെയ്യണം. എന്നുവെച്ചാൽ അവൻ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പക്ഷിമൃഗാദികൾക്ക് ആഹാരം കൊടുത്തിരിക്കണം. ഇത് ആർഷധർമ്മമാണ്. പക്ഷെ ഇത് ഇന്ന് മനുഷ്യൻ മറന്നുപോയിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ എല്ലാ സേവാപ്രവൃത്തികളും മനുഷ്യനെ മാത്രം ലക്ഷ്യം വെച്ചിട്ട് മറ്റു ജീവികളെ ഉദ്ദേശിച്ചൊന്നും ചെയ്യുന്നില്ല. ഇത് മഹായജ്ഞങ്ങൾ, ഇതിനെ മഹായജ്ഞങ്ങൾ എന്നാണ് പറയുന്നത്. ഗൃഹസ്ഥൻ ദൈനംദിനം അനുഷ്ഠിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ആരാണോ എന്നുവെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് കർമ്മയോഗിയാണ്. കർമ്മയോഗികൾ ദിനം പ്രതി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ പെടുന്നതാണ് ഇത് രണ്ടും. അത് രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. നൃയജ്ഞവും ഭൂതയജ്ഞവും. അപ്പം മനുഷ്യയജ്ഞത്തിന് എന്ത് പ്രാധാന്യം കൊടുക്കും? മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം നമ്മൾ ചെയ്യുന്നു? അവർക്ക് സ്കൂളുണ്ടാക്കുന്നു, ആശുപത്രി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതുപോലെ സ്കൂളും ആശുപത്രിയും എല്ലാം മൃഗങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണം. എന്നാലേ ഈ യജ്ഞം പൂർണ്ണമാകുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ആർഷസങ്കല്പം. അതാണ് എന്നുവെച്ചാൽ ഋഷിമാരുടെ ആ ജീവന്മാരെ കുറിച്ചുള്ള സങ്കല്പത്തിന്റെ ആ സമഗ്രത. അപ്പോൾ സർവത്തിനും ആത്മാവുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. കർമ്മയോഗികൾ നായ കണ്ടു കഴിഞ്ഞാൽ കല്ലെടുത്തെറിയും. മനുഷ്യന് സേവ ചെയ്യുന്നവർ തന്നെ അത് അർഹതയില്ലാത്തടത്ത് കടന്നു വന്നു എന്ന് പറഞ്ഞ് അതിനെ കല്ലെടുത്തെറിയുന്നവരാണ്. അപ്പൊ കർമ്മയോഗിയുടെ ഒരു ഭാഗം അതുകൂടിയുണ്ട്, മറ്റു പ്രാണികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അതുകൂടെ ചേർന്നാലേ ഈ പഞ്ചസൂനങ്ങൾക്കും പരിഹാരമാകത്തുള്ളൂ. പഞ്ചസൂനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാതെ വന്നു ചേരുന്ന എല്ലാ പാപങ്ങളും. അതിനെ പഞ്ചസൂനങ്ങളെന്ന് ഒരു പേര് കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പറയുന്നുണ്ട്, എന്തെങ്കിലും വസ്തുക്കളെ വെട്ടിമുറിക്കുക, അതുകൊണ്ട് പാപം വരും. കാരണം എന്തെങ്കിലും വസ്തുവിനെ നമ്മൾ ആയുധം ഉപയോഗിച്ച് മുറിക്കുകയാണെങ്കിൽ അവിടെയും ചെറിയ ചെറിയ പ്രാണികളൊക്കെ അതിൽപ്പെട്ട് മരിച്ചു പോകും. പിന്നെ അരയ്ക്കുന്നതുകൊണ്ട് പാചകത്തിനും മറ്റും അരയ്ക്കാറുണ്ട്. അതുകൊണ്ടും അതിനും ഉറുമ്പും മറ്റുമൊക്കെ പെട്ട് അത് മരിക്കും. അടുപ്പിൽ തീ കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാണികൾ മരിച്ചു പോകുന്നു. ചുള്ളി, ഉദകുംബം, ജലാഹരണം, വെള്ളം കോരുക, വെള്ളം ഉപയോഗിച്ച് നമ്മൾ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് പ്രാണികൾ നശിച്ചു പോകുന്നു. മാർജനി, മുറ്റമടിക്കുന്നുണ്ട്, വീട് എല്ലാം അടിച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുന്നു. നമ്മുടെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടിയാണ് അതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അനേകായിരം പ്രാണികൾ അതിന് പെട്ട് നമ്മുടെ ആ പ്രവൃത്തിയും നശിച്ചു പോകുന്നു. ഇതാണ് ഈ പഞ്ചസൂനങ്ങൾ. മുഖ്യമായിട്ട് വരുന്നതാണ് എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇരിപ്പിലും നടപ്പിലും ഉടുപ്പിലും എല്ലാം പെട്ട് ഒരുപാട് പ്രാണികൾക്ക് ജീവഹാനി സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇരിപ്പിടത്തിൽ എന്തെങ്കിലും ചില പ്രാണികൾ അകപ്പെട്ടു പോയി മരിച്ചെന്നിരിക്കും. നടക്കുമ്പോൾ നമ്മുടെ കാൽച്ചുവടുകളിൽപ്പെട്ട് ഒരുപാട് ജീവികൾ മരിക്കുന്നുണ്ട്. ഹിംസ ഒഴിവാക്കി ജീവിക്കാൻ പറ്റുന്നില്ല. ഹിംസ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തന്നെ ഇരിക്കുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജൈനന്മാരും മറ്റും വളരെ മൃദുവായ വസ്തുക്കൾ ഉപയോഗിച്ച് തറ തൂത്ത് വൃത്തിയാക്കി അതിലൂടെ നടക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ മൂക്ക് തുണി കൊണ്ട് പൊതിയുക, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ എത്ര ശ്രദ്ധിച്ചാലും ശരി ഹിംസയെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഹിംസ എന്തായാലും അത് പാപത്തെ ഉണ്ടാക്കും, പാപസംസ്കാരത്തെ ഉണ്ടാക്കും. അപ്പൊ ആ പാപസംസ്കാരത്തെ നശിപ്പിക്കുന്നതിന് പഞ്ചധർമ്മങ്ങൾ
പഞ്ചമഹായജ്ഞങ്ങൾ. അത് കർമ്മം ചെയ്യുന്ന എല്ലാവരും എന്ന് പറയുമ്പം ഇത്തരം കർമ്മങ്ങൾ ആർക്കും ഒഴിവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് അനുഷ്ഠിക്കണമെന്നാണ്. അതാണ് ദേവയജ്ഞാദി എന്നിവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഈ സാമൂഹിക സങ്കല്പം ഈ പഞ്ചയജ്ഞങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അല്ലാതെ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അഗ്നിഹോത്രം ചെയ്യുന്നത് മാത്രമല്ല. മനുഷ്യന് സേവ ചെയ്യുന്നതും യജ്ഞമാണ്. നായെ കുളിപ്പിക്കുന്നതും യജ്ഞമാണ്. പശുവിനെ സംരക്ഷിക്കുന്നതും യജ്ഞമാണ്. ഇതെല്ലാം യജ്ഞമാണ്. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൽക്കർമ്മങ്ങളും യജ്ഞത്തിൽപ്പെടും. അത് യജ്ഞത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൃത്യമായി കൽപ്പിക്കുന്നതല്ല. അതുതന്നെയാണ് നമ്മുടെ ഋഷിമാരുടെ സങ്കല്പം. നമ്മുടെ എല്ലാ സത്കർമ്മം, കാരണം ഇതിൽ എല്ലാ മനുഷ്യയജ്ഞം എന്ന് പറയുമ്പോൾ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന എല്ലാ സത്കർമ്മങ്ങളും പെട്ടുകഴിഞ്ഞു. അപ്പോൾ അതെല്ലാം യജ്ഞമായി കഴിഞ്ഞു. ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ മനുഷ്യൻ അവന്റെ സ്വാർത്ഥത വിട്ടിട്ട് മറ്റ് ജീവികൾക്ക് വേണ്ടി ചെയ്യുന്ന, അതിനുമപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ സാധ്യമല്ല. പൊതുവെ ലോകത്ത് നന്മ ചെയ്യുന്നവർ എല്ലാം മനുഷ്യന് നന്മ ചെയ്തിട്ട് അവര് കാരുണികന്മാരാണ് ആയിത്തീരുന്നവരാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഋഷിമാർ പറഞ്ഞിരിക്കുന്നത് മനുഷ്യന് നന്മ ചെയ്യുന്നത് പോലെ തന്നെ, മനുഷ്യനെ പോലെ തന്നെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട്. എന്നാൽ മനുഷ്യൻ ജീവിക്കാൻ അവകാശം നിഷേധിച്ചിരിക്കുന്ന പ്രാണിയുദ്ധം ചെയ്യും. എന്നാലേ ആ നന്മ പൂർണ്ണമാകത്തുള്ളൂ, കാരുണ്യം അവിടെ പൂർണ്ണമാകത്തുള്ളൂ. അങ്ങനെയുള്ള ആ പ്രവൃത്തികൾ അതുകൂടി ചേർന്ന് കഴിയുമ്പോൾ പിന്നെ സൽക്കർമ്മങ്ങളിൽ പിന്നെ വേറൊന്നും ബാക്കി നിൽക്കുന്നില്ല. നമ്മൾ സാധാരണ സൽക്കർമ്മം എന്ന് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി. അതിനാണ് നമ്മൾ സേവനം എന്ന് പറയുന്നത്. പക്ഷെ ഋഷി അങ്ങനെ അതിനെ സങ്കുചിതമാക്കുകയായിരുന്നു. അത് വാസ്തവത്തിൽ മനുഷ്യന്റെ ഒരു വലിയ സ്വാർത്ഥതയാണ്. ഒരു മനുഷ്യൻ മറ്റു മനുഷ്യന് വേണ്ടി ചെയ്യും. മനുഷ്യ സമൂഹത്തിന്റെ സ്വാർത്ഥതയായി മാറും. ഇവിടെ അങ്ങനെയല്ല. സർവപ്രാണികൾക്കും ഈ പ്രപഞ്ചത്തിനാകും. അത് പ്രാണികൾക്ക് മാത്രമല്ല, വൃക്ഷലതാദികൾക്ക് കൂടി നന്മ ചെയ്യണമെന്നാണ് വേദങ്ങളിലും സ്മൃതികളിലും എല്ലാം പറയും. അതിനെയും സംരക്ഷിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർവ്വ സൽപ്രവൃത്തികളും ഇവിടെ യജ്ഞമാണ്. അല്ലാതെ അഗ്നിയിൽ നെയ്യെടുത്തൊഴിക്കുന്നത് മാത്രമല്ല, അതും യജ്ഞമാണ്. അതിനെയാണ് ഇവിടെ പ്രത്യേകിച്ച് ദേവയജ്ഞം എന്ന് പറഞ്ഞത്. എന്ന് പറയുമ്പോൾ സത്സംഗം പോലും യജ്ഞമാണ്. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു ബ്രഹ്മയജ്ഞം. ബ്രഹ്മം എന്ന് പറയുമ്പോൾ വേദമാണ്. അപ്പോൾ വേദാധ്യയനം ചെയ്യുക, വേദാനുബന്ധിയായി വരുന്ന പുരാണങ്ങൾ, സ്മൃതികൾ, അങ്ങനെയുള്ള സദ്ഗ്രന്ഥങ്ങളുടെ അധ്യയനം പോലെ യജ്ഞമാണ്. അപ്പോൾ ഇനി സൽപ്രവൃത്തികൾ വേറെ ഒന്നും ബാക്കി വയ്ക്കുന്നില്ല. എല്ലാ സാധനങ്ങളും യജ്ഞമാണ്. മഹാഭാരതത്തിലാണെങ്കിൽ പല സന്ദർഭങ്ങൾ, ഒരിടത്തല്ല, പല സന്ദർഭങ്ങളിലും യുദ്ധത്തെ യജ്ഞമായി കൽപ്പന ചെയ്യുന്നു. മഹാഭാരത യുദ്ധം ഒരു വലിയ അഗ്നിഹോത്രമാണ്. അതിൽ കൃത്യകളായിരിക്കുന്ന ഭീഷ്മരും ദ്രോണരും മറ്റും. ഇവിടെ ഹവിസായി അർപ്പിക്കുന്നത് മനുഷ്യ ശരീരത്തെയാണ്, ധീരന്മാരായ ക്ഷത്രിയന്മാരുടെ ശരീരത്തെ. ഇങ്ങനെ അതിനെ ഭാവന ചെയ്ത് അതിനെ കൽപ്പിക്കുന്ന രൂപകങ്ങൾ മഹാഭാരതത്തിൽ പല പല ഭാഗങ്ങളും വരുന്നുണ്ട്. ഇനി മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ യജ്ഞമായി കൽപ്പിക്കുന്ന പല ഭാഗവും ഭാരതത്തിൽ വരുന്നു. പഞ്ചപ്രാണന്മാര് പഞ്ചഋത്തിക്കുകളാണ്. അവർ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നിരന്തരം യജ്ഞം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പറയും, ഗീതയിൽ തന്നെ പറയും, നമ്മൾ ഭക്ഷിക്കുന്നത് ഒരു യജ്ഞമാണ്. ജഠരാഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന ഹവിസ്സാണ് നമ്മുടെ ഭക്ഷണം, ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി എന്ന് പറയുന്നിടത്ത് സർവചലനവും, മനുഷ്യന്റെ സർവചലനവും യജ്ഞം എന്നാണ്. അതുകൊണ്ട് യജ്ഞമെന്ന് കേൾക്കുമ്പോൾ ആരും
ഇത് എന്തോ ഒരു പഴഞ്ചൻ കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നതാണ് എന്ന് കരുതൽ. അതുകൊണ്ട് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പുതിയ വ്യാഖ്യാനം. ഇവിടെ ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റി. യജ്ഞമെന്ന് പറഞ്ഞപ്പോൾ യജ്ഞമെന്ന് പറയുന്നത് വിവരമില്ലാതെ പറഞ്ഞതാണ്. ഇവിടെ യജ്ഞമെന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ് എന്നെല്ലാം പറഞ്ഞ് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശങ്കരാചാര്യർക്ക് തെറ്റുപറ്റിയതായി തോന്നുന്നില്ല. കാരണം ശങ്കരാചാര്യ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവയജ്ഞാദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പഞ്ചമഹായജ്ഞങ്ങളെയും പരാമർശിച്ചു. പഞ്ചമഹായജ്ഞം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സർവ്വപ്രവൃത്തികളുമാണ്. നമ്മുടെ ശ്വാസോച്ഛ്വാസം പോലും യജ്ഞമായിട്ടാണ് പറയുന്നത്. നമ്മൾ ബോധപൂർവം അല്ലാതെ സഹജമായി ഒരു ജീവനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രിയകൾ പോലും യജ്ഞമായിട്ടാണ് നമ്മുടെ വേദത്തിലും സ്മൃതിയിലും പറയുന്നത്. അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ദേവയജ്ഞം. അതുകൊണ്ട് യജ്ഞത്തിനങ്ങനെ വളരെ വിപുലമായ അർത്ഥമാണ്. ഇനി വേദത്തിൽ തന്നെ പറയുന്നുണ്ട് സൂര്യനും ചന്ദ്രനും വായുവും അഗ്നിയും സദാ യജ്ഞം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്ന് തന്നെ പറയുന്ന ഭാഗങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ താല്പര്യം? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചശക്തിയുടെ പ്രവർത്തനം മുഴുവൻ ഒരു യജ്ഞമാണ്. അതിലൊരു യജ്ഞസങ്കല്പം ചെന്നെത്തി നിൽക്കുന്നു. യജ്ഞം എന്ന് പറയുന്ന വൈദിക സങ്കല്പത്തിന് അത്രയും വലിയ വ്യാപ്തിയുണ്ട്. അപ്പൊ യജ്ഞം കൊണ്ട് മഴ പെയ്യുന്നു, ദേവന്മാർ സന്തോഷിക്കുന്നു എന്നെല്ലാം പറയുന്നത് ഒരു ഗീത വ്യാഖ്യാനത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് സയൻസ് ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇതൊക്കെ പഴഞ്ചനല്ലേ എന്നാണ്. പക്ഷെ യജ്ഞം എന്ന് പറയുന്ന സങ്കല്പം എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. യജ്ഞം എന്ന് പറഞ്ഞാൽ വെറും ദേവയജ്ഞം മാത്രമാണ്, അഗ്നിയിൽ ഹവിസർപ്പിക്കുന്നതാണ് യജ്ഞം എന്നുള്ള അബദ്ധധാരണ കൊണ്ടാണ്. അങ്ങനെയെല്ലാം ഈ ഭാഗങ്ങളിൽ ഓരോരുത്തർ വ്യാഖ്യാനിച്ചിരിക്കുന്നു. കാരണം ഈ ആർഷസങ്കല്പ ഋഷിമാരുടെ സങ്കല്പത്തെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. ഋഷിമാരെ ന്യായീകരിക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്താരും കണ്ടുപിടിച്ചായിരുന്നു. വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും സ്മൃതികളിലുമെല്ലാം പല സന്ദർഭങ്ങളിലായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഗീതയെപ്പോലും പറയുന്നുണ്ടല്ലോ, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹുർ എന്ന ഭാഗത്ത് 15ാം അധ്യായത്തിൽ പറയുന്നു. അഹം വൈശ്വാനരു ഭൂത്വ എന്ന് പറയുന്ന ഭാഗത്തും പറയുന്നുണ്ട്. ഈശ്വരൻ തന്നെ വൈശ്വാനരായിരിക്കുന്നു. അന്നത്തെ സ്വീകരിക്കുന്നത് പോലും ഒരു യജ്ഞമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളെല്ലാം ഈ പ്രപഞ്ചത്തിന്റെ നന്മയ്ക്ക്, പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് സത്കർമ്മങ്ങൾ, മനുഷ്യന്റെ സത്കർമ്മം ആവശ്യമാണ്. അതുപോലെ തന്നെ ദേവസങ്കല്പം, ദേവന്മാർ ഫലത്തെ നൽകുന്നു എന്നുള്ളത്. ദേവസങ്കല്പം ഗീതയുടെ വ്യാഖ്യാതാക്കളിൽ തന്നെ ദേവന്മാർ ആരാണ്? ഈ ദേവന്മാർ വേദത്തിൽ തന്നെ ദേവന്മാരെ കുറിച്ച്, ദേവന്മാർ മന്ത്രരൂപമാണ് എന്നൊരു കാഴ്ചപ്പാട് വേദത്തിൽ തന്നെയുണ്ട്. വേദവ്യാഖ്യാതാക്കൾ അത് പറയുന്നുണ്ട്. വേദമന്ത്രങ്ങൾ തന്നെയാണ് ദേവന്മാർ എന്ന് പറയുന്നത്. ഉച്ചാരണ രൂപത്തിൽ മന്ത്രങ്ങൾ. ഇവിടെ തന്നെ ഗീതയിൽ വ്യാഖ്യാനിച്ചപ്പോൾ അഭിനവഗുപ്താചാര്യർ അദ്ദേഹം പറയുന്നു ദേവന്മാരെന്ന് പറയുന്നത് അന്ധകരണ വൃത്തികളാണ്, മനോവൃത്തികളെയാണ് ദേവന്മാരെന്ന് പറയുന്നത്. ചിലർ ദേവന്മാരെന്ന് പറയുന്നുണ്ട് ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദിവ്യധാതുവിനെ പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നൊരർത്ഥമുണ്ട്. അന്നുണ്ടായ ശബ്ദമാണ് ദേവൻ, ദേവന്മാർ. അത് ദേവന്മാർ ഇന്ദ്രിയങ്ങളെന്നുള്ള അർത്ഥത്തിൽ വേദങ്ങളിൽ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥം പലരും സ്വീകരിച്ചിട്ടുണ്ട്. നിരുക്തകാരൻ തുടങ്ങി ഇങ്ങോട്ട് വേദങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം അങ്ങനെ ഒരർത്ഥം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടാതെ വേദത്തിലുള്ള ഒരു മുഖ്യമായ സങ്കല്പമാണ് ദേവന്മാരെ സംബന്ധിച്ച്
എല്ലാ പ്രപഞ്ച ഘടകങ്ങൾക്കും ആധിദൈവികം എന്നൊരു ഭാവമുണ്ട് എന്നാണ്. അതായത് എല്ലാ പ്രപഞ്ച ഘടകങ്ങളും മൂന്നായി തിരിയും: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. സ്ഥൂലമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥൂലമായ പ്രപഞ്ചഭാഗങ്ങൾ. സ്ഥൂലമായ ഒരു പ്രപഞ്ചഭാഗത്തിന് പിന്നിൽ സൂക്ഷ്മമായ ഒരു പ്രപഞ്ചം ഉണ്ട് എന്ന് പറയുന്നു. അത് ജീവന്മാരിൽ മാത്രമല്ല, സർവപ്രപഞ്ച അംശങ്ങളിലുമുണ്ട്. ഒരു മണൽത്തരി എടുത്തു കഴിഞ്ഞാലും അതിനൊരു സ്ഥൂലമായ അംശവും ഒരു സൂക്ഷ്മമായ അംശമുണ്ട്. ആ സൂക്ഷ്മമായ അംശത്തിൽ ആ സൂക്ഷ്മമായ അംശം ആശ്രയിച്ചിരിക്കുന്ന ചൈതന്യം, അതിന് ആധിദൈവികം എന്ന് പറയുന്നു. സർവത്തിനും പറയുന്നുണ്ട്. നമ്മൾ കാണുന്ന ചേതന വസ്തുക്കൾ മാത്രമല്ല, ജഡവസ്തുക്കളിലുമുണ്ട്. അത് ഈശ്വരസൃഷ്ടമായ വസ്തുക്കളിലുമുണ്ട്, മനുഷ്യസൃഷ്ടമായ വസ്തുക്കളിലുമുണ്ട്. രണ്ടു വസ്തുക്കളിലും ആദിഭൗതികമായ ഭാവവും ആദിദൈവികമായ ഭാവവും. ആദിദൈവികമായ ഭാവത്തെയാണ് ദേവത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വേദങ്ങളിലെ മന്ത്രങ്ങൾ നോക്കിയാൽ കാണാം. വേദമന്ത്രങ്ങളിൽ ദേവന്മാരെ സ്തുതിക്കുന്നുണ്ട്, അഗ്നിയെ സ്തുതിക്കുന്നു. അഗ്നിയിൽ നിന്നും ഭൗതികമായ അഗ്നിയുണ്ട്. അത് ജ്വലിക്കുന്നു, പ്രകാശിക്കുന്നു, അണഞ്ഞു പോകുന്നു, നശിച്ചു പോകുന്നു. അങ്ങനെ ജ്വലിക്കുകയും പ്രകാശിക്കുകയും അണയുകയും ചെയ്യുന്ന അഗ്നി എന്ന് പറയുന്നത് അഗ്നിയുടെ സ്ഥൂലരൂപമാണ്. ഈ അഗ്നിയുടെ സ്ഥൂലരൂപത്തെ, അഗ്നിയെ ജ്വലിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതിന് കാരണമായി അതിന്റെ പിന്നിലൊരു സൂക്ഷ്മരൂപമുണ്ട്. ആ സൂക്ഷ്മരൂപം ആശ്രയിച്ചിരിക്കുന്ന ഒരു ചൈതന്യ വിശേഷം, അതാണ് അഗ്നിദേവൻ എന്നാണ്. ആ അഗ്നിദേവന്റെ അനുഗ്രാഹക ശക്തി കൊണ്ടാണ് ഭൗതികമായ അഗ്നി ജ്വലിക്കുകയും പ്രകാശിപ്പിക്കുകയും ദഹിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്നാണ്. അതും വൈദികമായൊരു സങ്കല്പമാണ്. ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും, കണ്ണ് അത് സ്ഥൂലമാണ്, നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ സൂക്ഷ്മമായൊരു ഇന്ദ്രിയമുണ്ട്. ആ ഇന്ദ്രിയത്തിന് ഒരു അനുഗ്രാഹക ശക്തിയുണ്ട്. ആ ശക്തി കൊണ്ടാണ് ആ ചക്ഷുരേന്ദ്രിയത്തിന് വിഷയഗ്രഹണ സാമർഥ്യം ഉണ്ടാകും. ആ അനുഗ്രാഹകമായ ശക്തിവിശേഷം, അതിന് ആദിദൈവികം എന്ന് പറയും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതകളെ പറയുന്നു. കൈകളുടെ ദേവൻ, കൈകളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഭൗതികമായ ജഡമായിരിക്കുന്ന ഈ കൈക്ക് സ്വയം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സൂക്ഷ്മമായ ഒരു ശക്തി പ്രവർത്തിച്ചേ പറ്റും. അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മൃതശരീരത്തിനും കൈയുണ്ടല്ലോ, അതെന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? അപ്പൊ അവിടെ പ്രവർത്തിക്കുന്ന ശക്തിക്ക് കൊടുത്തിരിക്കുന്ന പേര് ഇന്ദ്രൻ, പ്രവർത്തിപ്പിക്കുന്നത് കൊണ്ട്. ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും ഓരോ ദേവതാസങ്കല്പം ഉണ്ട്. അതിന്റെ പിന്നിലുള്ള ഒരു സൂക്ഷ്മശക്തി വിശേഷം ആ ഭൗതിക വസ്തുവിന്റെ ഭൗതികമായ സൂക്ഷ്മരൂപം, ആ സൂക്ഷ്മ രൂപം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ചൈതന്യവിശേഷം. ആ ചൈതന്യം എന്ന് പറയുമ്പോൾ അത് ബോധാംശം, ഒരു ബോധാംശമുണ്ട്. അതാണ് ദേവതാസങ്കല്പം എന്നാണ്. അതുകൊണ്ട് വേദത്തിൽ സ്തുതിക്കുമ്പോൾ സർവവസ്തുക്കളെയും സ്തുതിക്കും. യജ്ഞ പ്രകരണത്തിനും മറ്റും സ്തുതിക്കുമ്പോൾ അവിടെ മൺകട്ടയെ സ്തുതിക്കുന്നുണ്ട്, കല്ലുകളെ, പാറ, അതിനെ സ്തുതിക്കുന്നുണ്ട്. യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളെയും, ഉരളിനെ സ്തുതിക്കുന്നു, ഒലക്കയെ സ്തുതിക്കുന്നു. ഇത് കേട്ടുകഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് പ്രാകൃതമായ രീതിയാണെന്ന് തോന്നും. കാരണം അവിടെയെല്ലാം സ്തുതിക്കുന്ന എന്താണ്? ഭൗതികമായി കാണുന്ന ബാഹ്യവസ്തുക്കളെയല്ല, അതിന്റെ പിന്നിലുള്ള ആദി ദൈവിക രൂപങ്ങളെയാണ്. അങ്ങനെയുള്ള ആദി ദൈവിക രൂപങ്ങളെ അന്തർദൃഷ്ടിയിലൂടെ മനസ്സിലാക്കിയ ഋഷിമാർ അതിനെ സ്തുതിക്കുകയാണ്. പുല്ലിനെ സ്തുതിക്കുന്നുണ്ട്, പാഷാണത്തെ സ്തുതിക്കുന്നുണ്ട്, തൃണം, പുല്ല്.
അതിനെ സ്തുതിക്കുന്നുണ്ട്, ഭാഗങ്ങൾ കാണും. പല മനുഷ്യൻ ഭയപ്പെടുന്ന പ്രകൃതി ശക്തികളെ ഇടിയും മിന്നലിനെയും മാത്രമല്ല സ്തുതിക്കുന്നു. അങ്ങനെ പറയുന്നുണ്ട് വേദത്തിൽ. സ്തുതിക്കുന്നത് അവനെ ഭയപ്പെടുത്തിയതിനെയാണ്. അങ്ങനെയല്ല, മനുഷ്യനൊരു ഭയവും ഉണ്ടാക്കാത്ത സാധനങ്ങൾ. പുൽച്ചെടി എന്താണ് അവനെ ഭയപ്പെടുത്തുന്നത്? അതിനെ സ്തുതിക്കുന്നുണ്ട്. അല്ല ഭയം കൊണ്ട് സ്തുതിക്കുന്നതല്ല, മറിച്ച് അതിന്റെ പിന്നിലുള്ള ഒരു തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്തുതിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു ജീവന് അവന്റെ ഈ ശരീരത്തിൽ ആ ജീവനെ നിലനിർത്തുന്നതിന് ഇത്തരം അനുഗ്രാഹക ശക്തികൾ, ദേവതാശക്തികളുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നാണ് വൈദികമായ പക്ഷം. അപ്പോൾ ആ ദേവതാശക്തി ഈ കൈയെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കൈക്ക് പിന്നെ ഗ്രഹണശക്തിയില്ല. ആ ദേവതാശക്തി കണ്ണിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കണ്ണുകൊണ്ട് പിന്നെ കാണാൻ കഴിയത്തില്ല. ശരീരത്തിൽ കണ്ണിരുന്നാലും കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സർവ്വസ്ഥലത്തുമുണ്ട്, സർവ്വവസ്തുക്കളിലുമുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതം ഭൗതികമായ ബാഹ്യമായ വസ്തുക്കളെ കണ്ടും അറിഞ്ഞും കണക്കുകൂട്ടി മാത്രം പോരാ, അതിന്റെ പിന്നിലുള്ള ഈ സൂക്ഷ്മശക്തികളെ കൂടി ഗ്രഹിച്ചുകൊണ്ട് വേണം എന്നുള്ളതിൽ നിന്നാണ് ഈ യജ്ഞസങ്കല്പം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ വെറും സേന്ദ്രിയമായ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരിക്കുന്ന കാര്യങ്ങളെ മാത്രം കണക്കിലെടുത്ത് പോരാ. അവന്റെ പ്രവൃത്തികൾ, കർമ്മമായാലും കർമ്മയോഗമായാലും അതീന്ദ്രിയമായ വിഷയങ്ങളെ കൂടി അവൻ കണക്കിലെടുക്കണം എന്നാണ് ചെയ്തത്. അങ്ങനെ അതീന്ദ്രിയമായ വിഷയങ്ങളിലാണ് ഈ ദേവസങ്കല്പം പെടുന്നത്. അതുകൊണ്ടിവിടെ പറയുന്നു, നീ ഭജിക്കുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. ആ പാകഫലത്തെ സ്ഥൂലമായി നീ ആഹരിക്കുമ്പോൾ അതിനെ സൂക്ഷ്മമായി ആഹരിക്കുന്ന മറ്റ് ശക്തികളുണ്ട്. അതിനെയും അംഗീകരിക്കണം. അത് പ്രത്യക്ഷ സിദ്ധമല്ല, അതുകൊണ്ട് അതിനെ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിന് യുക്തി ഇല്ല. അതൊരു വാശിയാണ്. എല്ലാം പ്രത്യക്ഷമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യക്ഷമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ ഇത്തരം കാര്യങ്ങളെയും അതീന്ദ്രിയമായ വിഷയങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് പ്രത്യക്ഷമാകുന്നു അല്ലേ എന്നുള്ളതാണ്. അതിനെ നിഷേധിക്കുന്നതിന്, അംഗീകരിക്കുന്നതിന് യുക്തിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിഷേധിക്കുന്നതിന് യുക്തിയില്ല. അംഗീകരിക്കുന്നതിന് എങ്ങനെയാണോ അത് യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതീന്ദ്രിയമായ വിഷയങ്ങളെല്ലാം മനുഷ്യന്റെ യുക്തിക്ക് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അംഗീകരിക്കാനും യുക്തി പോരാതെ വരും, നിഷേധിക്കാനും യുക്തി പോരാതെ വരും. അത് യുക്തിയുടെ തലമല്ല, അത് പ്രജ്ഞയുടെ തലമാണ്. സൂക്ഷ്മപ്രജ്ഞയുടെ അല്ലെങ്കിൽ ആർഷപ്രജ്ഞയുടെ തലമാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവരിത് പറയുന്നത്, ഇങ്ങനെയുള്ള സൂക്ഷ്മ ദേവതാ സങ്കല്പങ്ങളെക്കുറിച്ച്. അവന്റെ ജീവിതത്തിൽ അതിനെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിനെക്കൂടി സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നീ പാകം ചെയ്യുമ്പോൾ ദേവന്മാരെ കൂടി സങ്കല്പിക്കണം. സങ്കല്പത്തിലൂടെയെങ്കിലും അവർക്ക് നൽകണം. അപ്പോൾ സങ്കല്പത്തിലൂടെ ആഹരിക്കുന്നവരെന്നാണ് ദേവന്മാരെ കുറിച്ച് പറയുന്നത്. കാരണം ദേവന് നിവേദ്യം അർപ്പിക്കുമ്പോൾ അത് ദേവൻ ഭക്ഷിച്ച് ഉച്ഛിഷ്ടമാക്കുന്നതായി നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ നമ്മുടെ സങ്കല്പം അത് ഉച്ഛിഷ്ടമെന്നാണ്, ദൈവ ഉച്ഛിഷ്ടമെന്നാണ് നമ്മൾ അർപ്പിക്കുന്ന നിവേദ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം. എന്ന് വെച്ചാൽ അത് സൂക്ഷ്മമായി ഗ്രഹിക്കുന്ന ഒന്നാണ്. അതിലിരിക്കുന്ന സ്ഥൂലമായി മനുഷ്യൻ അതിന്റെ രസത്തെ അനുഭവിക്കുന്നത് പോലെ മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്ത സൂക്ഷ്മരസത്തെ ദേവന്മാർ ആഹരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അത്തരമൊരു ദേവതാ സങ്കല്പത്തോടുകൂടി സമർപ്പിച്ചതിന് ശേഷമേ ഭക്ഷണം കഴിക്കാവൂ. അത് ചെയ്യണം. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു വൈദികമായ ആചാരമുള്ളത്. ബ്രഹ്മാർപ്പണം എന്ന് പറഞ്ഞ് അർപ്പിച്ചിട്ട്
കഴിക്കുന്നു. ഈ സൂക്ഷ്മ ഇവിടെ പറയുന്ന ദേവതകൾക്കെല്ലാം അർപ്പിച്ചുകൊണ്ട്, അതായത് നമ്മുടെ രസനേന്ദ്രിയം ഭക്ഷണത്തെ സ്ഥൂലമായി ഗ്രഹിക്കുന്നു, സ്ഥൂലരസത്തെ അത് ഗ്രഹിക്കുന്നു. അത് ഗ്രഹിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഉള്ള ഒരു ദേവത അതിന്റെ സൂക്ഷ്മാംശത്തെയും ഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സങ്കല്പം വയ്ക്കുന്നത്. ആശ്രമങ്ങളിലും ബ്രഹ്മചാരിമാർക്കും സന്യാസിമാർക്കും അല്ലാതെ പലയിടത്തും അത് നിർബന്ധമാണ്. അങ്ങനെ സങ്കല്പിച്ചേ കഴിക്കാവൂ. പ്രാണായ സ്വാഹ അപാനായ സ്വാഹ എന്ന് പറഞ്ഞ് അത് യജ്ഞമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഗ്നയെ സ്വാഹ ഇതം ന മമ എന്ന് പറഞ്ഞ് യജ്ഞത്തിൽ എങ്ങനെയാണോ ഹവിസർപ്പിക്കുന്നത് അതുപോലെ അന്നം തന്റെ ഉള്ളിലേക്ക് അർപ്പിക്കുമ്പോൾ അവിടെ യജ്ഞം ചെയ്യുകയാണ്. പ്രാണായ സ്വാഹ എന്ന് പറഞ്ഞ് പ്രാണൻ സമർപ്പിക്കുകയാണ്. സ്ഥൂലമായി ശരീരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണശക്തിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ പ്രാണശക്തിക്ക് പിന്നിലിരിക്കുന്ന പ്രാണദേവത, ആ പ്രാണദേവത ഇതിന്റെ സൂക്ഷ്മമായ രസത്തെ കൂടി സ്വീകരിക്കണം. എന്നാലേ പ്രാണൻ തുഷ്ടിയെ പ്രാപിക്കൂ. അതിനെ അനുസരിച്ചാണ് സ്ഥൂലപ്രാണൻ നിൽക്കുന്നത്. ആ പ്രാണൻ പുഷ്ടിയെ പ്രാപിച്ചാലേ ഈ ശരീരത്തിന് പുഷ്ടി ഉണ്ടാകത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സർവ്വ നമ്മുടെ പ്രവൃത്തിയിലും അങ്ങനെ ദേവതാ സങ്കല്പത്തോടുകൂടി അനുഷ്ഠിക്കുന്നതിനുള്ള ബാഹ്യമായ ഉപായങ്ങൾ നമ്മുടെ ആചാര്യന്മാർ സ്മൃതികളിലും മറ്റും നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഇന്നത്തെ നമ്മുടെ ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. എന്തുകൊണ്ട് വിരുദ്ധമായിട്ടില്ല? കാരണം നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിന്റെ വിഷയമേ അല്ല അത്. വിഷയമല്ലാത്തതുകൊണ്ട് തന്നെ അതിന് വിരുദ്ധമായി ഒന്നും വരുന്നില്ല. ഭൗതികശാസ്ത്രത്തിന് വിഷയമായിട്ടുള്ള കാര്യങ്ങളിലാണ് ശാസ്ത്രത്തിന് വിരുദ്ധമായ പ്രശ്നങ്ങൾ വരുന്നത്. അതിന് നമ്മൾ എന്തെങ്കിലും വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് ശാസ്ത്രത്തിന് വിരുദ്ധമാകും, ഭൗതിക ശാസ്ത്രത്തിന് വിരുദ്ധമാകും. 1, 1, 2 അതിന് വരെ 1, 1, 3 പഠിപ്പിച്ചു കഴിഞ്ഞാൽ പറയും അത് തെറ്റായിട്ടാണ് പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം അത് രണ്ടും ഭൗതികശാസ്ത്രത്തിന്റെ വിഷയമാണ്. ഇത് ആധിദൈവികമാണ്. ഭൗതികശാസ്ത്രം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമല്ല ഇത്. അതുകൊണ്ട് ഭൗതികശാസ്ത്രവുമായി വിരുദ്ധപ്പെടുന്ന ഒരു കാര്യമല്ല. ഇത് ആധ്യാത്മിക ശാസ്ത്രമാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അതിന് വിരുദ്ധമായിട്ടൊന്നുമില്ല. അവിടെ ഇതൊക്കെ സംഭവിക്കാമെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് യജ്ഞം കൊണ്ട് മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ഭൗതികശാസ്ത്രവുമായിട്ട് വിരോധം വരുന്ന കാര്യമുണ്ട്. കാരണം യജ്ഞവും മഴയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒന്നല്ല ഭൗതികശാസ്ത്രം. ഭൗതികശാസ്ത്രത്തിന്റെ വിഷയം വേറെയാണ്. ആദിദൈവികമായ സങ്കല്പങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമല്ല, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. അതീന്ദ്രിയമായ വസ്തുക്കളെക്കുറിച്ച് പഠിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങളും ശാസ്ത്രവുമായിട്ട് ഭൗതികശാസ്ത്രവുമായിട്ട് വിരോധമുണ്ടെന്ന് പറയുന്നത് തന്നെ അബദ്ധമാണ്, യുക്തിഹീനമാണ്. അതിന്റെ വിഷയമല്ലാത്ത ഒന്നിനെങ്ങനെ അതുമായിട്ട് വിരോധം വരും? ഇത് ഋഷിമാരുടെ ശാസ്ത്രമാണ്, ആർഷദർശനമാണ്. അതിൽ വിരോധങ്ങളൊന്നും വരുന്നു. അപ്പോൾ ഇതെല്ലാം ദേവതാ സങ്കല്പത്തിൽപ്പെടുന്നതാണ്. അന്ധകരണവൃത്തി എന്ന് പറഞ്ഞാലും ശബ്ദാത്മകം എന്ന് പറഞ്ഞാലും അല്ല സൂക്ഷ്മ ചൈതന്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആർഷവിജ്ഞാനത്തിന്റെ ഭാഗങ്ങളാണ്. ഇവയിലൊന്നും പരസ്പര വിരോധം വരുന്നില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ദേവതാ സങ്കല്പത്തെ ഒന്നുകൂടി പറയുന്നുണ്ട്. എന്താണ്? അതാണ് ദേവതകളുടെ മൂർത്തിഭാവം. ഇനി ദേവതകൾക്ക് ഈ സൂക്ഷ്മ ചൈതന്യ രൂപത്തിൽ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നിൽക്കുന്ന ആദി ദൈവിക രൂപങ്ങൾക്ക് മൂർത്തിഭാവവും വരാം. അതായത് നമ്മൾ കാണുന്ന ശിവ വിഷ്ണു ദൈവീ സങ്കല്പങ്ങൾ അതിനനുസരിച്ചുള്ള മൂർത്തിഭാവവും വരാമെന്ന് നമ്മുടെ ആധ്യാത്മിക ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയും വരാം. വിഗ്രഹവാൻ വജ്രഹസ്ത പുരന്തര എന്നെല്ലാം ശ്രുതി തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ദേവതകൾക്ക് വെറും ചൈതന്യ രൂപത്തിൽ ഉള്ള നിലനിൽപ്പ് മാത്രമല്ല മൂർത്തിഭാവം, വിഗ്രഹരൂപം. അതുവരെ നമ്മുടെ അധ്യാത്മശാസ്ത്രത്തിൽ ശാസ്ത്രീയമായി തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്.
അതുകൊണ്ട് അതൊന്നും ഭൗതികശാസ്ത്രത്തിന്റെ വിഷയമല്ലാക്കും. ഭൗതികശാസ്ത്രം അത് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. അത് മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് അതുമായിട്ട് ഇതിനൊന്നും വിരോധമില്ല. അത് എന്തെങ്കിലും കാലത്ത് അതൊക്കെ പഠിക്കുകയാണെങ്കിൽ അപ്പോൾ ആ വിരോധങ്ങൾ പരിഹരിക്കപ്പെടും. പക്ഷെ ഒരിക്കലും ഭൗതികമായ രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ ഒക്കത്തില്ല. ഭൗതികശാസ്ത്രത്തിന്റെ നിരീക്ഷണ അന്വേഷണ രീതികളിലൂടെ ഈ ആധ്യാത്മിക തത്വങ്ങളെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം അവിടെ അന്വേഷണം എന്ന് പറയുന്നത് സ്ഥൂലമായ ബുദ്ധി ഉപയോഗിച്ച് ബാഹ്യമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് അവിടെ അന്വേഷണം നടക്കുന്നത്. ഇവിടെ അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ഒരിക്കലും ബാഹ്യമായ ഉപകരണങ്ങളുടെ സ്ഥലത്തല്ല, ഉപയോഗിച്ചല്ല, ബാഹ്യമായ പരീക്ഷണശാലകളിലുമല്ല. ഇവിടെ പരീക്ഷണശാലയായിരിക്കുന്നത് അവനവന്റെ എല്ലാം അന്ധകരണം. അവനോട് ഉപയോഗിക്കുന്നതോ അവന്റെ ബുദ്ധിയുടെ അതീന്ദ്രിയമായ തലങ്ങളെ. ഭൗതികശാസ്ത്ര പഠനത്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയതാണ്, വെളിപ്പെടുത്തിയതാണ് ഈ അതീന്ദ്രിയമായ രഹസ്യങ്ങൾ. അതാണ് നമ്മുടെ ഈ ആധ്യാത്മിക ശാസ്ത്രത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഇത് രണ്ട് തലങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ പരസ്പര വിരോധം വരുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന യജ്ഞം ചെയ്താൽ അതുകൊണ്ട് മഴയുണ്ടാകുമെന്നും പറയുന്നത് ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങളൊന്നുമല്ല. പറഞ്ഞ ആൾക്കാർക്ക് അബദ്ധം പറ്റിയെന്ന് നമ്മൾ ഒരു ഭാഗത്ത് മാറിയിരുന്നു. വെറും ഭൗതികമായ തലത്തിൽ നിന്നുകൊണ്ട് ഇതൊക്കെ അസംബന്ധമാണ് എന്ന് പറയുന്നു എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ പറയുന്നവർക്ക് ഒരസംബന്ധവും പറ്റിയിട്ടില്ല. അത് നമ്മൾ അന്വേഷിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ മറ്റൊരു വിഷയമാണ്. അതുകൊണ്ടിവിടെ പറയുന്നു എന്താണോ ദേവയജ്ഞാദി നിർവർത്തിയ. മനുഷ്യൻ ദേവയജ്ഞാദികളെ ചെയ്യുന്നു. നൃയജ്ഞവും ഭൂതയജ്ഞവും പോലെ ദേവയജ്ഞാദികളെ ചെയ്യണം. അതീന്ദ്രിയമായ ഇത്തരം ശക്തികളെ അംഗീകരിച്ച് അത് ചെയ്യുന്നു. നിർവർത്തിയ തശിഷ്ടം അശനം അമൃതാക്യം. തശിഷ്ടമായിട്ട് അവർക്ക് സമർപ്പിച്ചതിന് ശേഷം, മാനസികമായി സമർപ്പിച്ചതിന് ശേഷം, മാനസികമായി സമർപ്പിക്കുന്നതിന്റെ ബാഹ്യമായ പ്രതീകമാണ് ദേവതകൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അത് ഭക്ഷിക്കുന്നില്ല എന്ന് നമുക്കറിയാം. അതിനെന്ത് പറയുന്നു? അമൃതം എന്ന് പറയും. അത് അമൃതത്വത്തിന് കാരണമായതുകൊണ്ട് അതിന് അമൃതം എന്ന് പറയുന്നു. അത് അസിതം ശീലം യേശാന്തി യജ്ഞശിഷ്ടാസിന. അവരാണ് യജ്ഞശിഷ്ടത്തെ ആഹരിക്കുന്നവർ. അപ്പൊ യജ്ഞശിഷ്ടം എന്ന് പറയുമ്പോൾ അത്തരൊരു ദേവതാ സങ്കല്പത്തോടുകൂടി ഒരുവൻ വിഷയങ്ങളെ അനുഭവിക്കുമ്പോൾ അവന്റെ സർവ്വ വിഷയ അനുഭവങ്ങളും യജ്ഞശിഷ്ടമായിരിക്കും. കാരണം അവന്റെ സർവ്വ പ്രവൃത്തികളും യജ്ഞമായി മാറുമ്പോൾ അവന്റെ സർവ്വ അനുഭവങ്ങളും യജ്ഞശിഷ്ടമാണ്, അമൃതമാണ്, അമൃതമായി തീരുന്നു. യജ്ഞശിഷ്ടാസിനഹസ്തന്ത മുച്യന്തേ. അവനെന്ത് ചെയ്യുന്നു? സർവകൽബിഷൈഹി സർവപാപൈഹി ചുള്യാദി പഞ്ചസൂനാകൃതൈഹി. സർവപാപങ്ങളിൽ നിന്നും, അതിനാണ് ചുള്യാദി എന്ന് പറഞ്ഞത്. അതായത് അടുപ്പിൽ തീ കത്തിക്കുന്നത് തുടങ്ങി നമ്മുടെ ദൈനംദിന വ്യവഹാരത്തിൽ വരുന്ന പാപങ്ങൾ, അതാണ് പഞ്ചസൂനങ്ങളെന്ന് പറഞ്ഞത്. പ്രമാദകൃത ഹിംസാദി ജനിതൈഹി. പ്രമാദം കൊണ്ട് സംഭവിക്കുന്ന മറ്റ് ഹിംസകൾ, അന്യേഹി അബദ്ധം കൊണ്ടുവന്ന് വരുന്ന ഹിംസകൾ, സർവഹിംസകളിൽ നിന്നും അവൻ മോചനനായിത്തീരുന്നു. അപ്പോൾ ഒരുവന്റെ ജീവിതത്തിലെ സർവപ്രവൃത്തികളെ യജ്ഞാത്മകമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഈ ഭൗതികാതീതമായ അതീന്ദ്രിയമായ ആദിദൈവിക ഭാവത്തെ അംഗീകരിച്ചുകൊണ്ട് ആ സങ്കല്പത്തോടുകൂടി എല്ലാത്തിനെയും ദേവതകൾക്ക് സമർപ്പിച്ചുകൊണ്ട് അതിന്റെ ശിഷ്ടമാണ് താൻ അനുഭവിക്കുന്നതെന്നുള്ള സങ്കല്പത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുന്നു? എല്ലാ പാപങ്ങളിൽ നിന്നും, സർവ്വപാപങ്ങളിൽ നിന്നും മോചിതനായിത്തീരുന്നു.
അതാണ് ഇവിടെ പറയുന്നത്. ഏതു ആത്മംഭരയോ ഭുഞ്ചതേ ഏതു അഖം പാപം സ്വയമപി പാപായെ പചന്തി പാകം നിർവർത്തയന്തി ആത്മകാരണാത് ആത്മഹേതോ. ഏതു ആത്മംഭരയ ആത്മാനം വിഭർത്തി, തന്നെ പോഷിപ്പിക്കുന്നതിന് വേണ്ടി, തന്നെ മാത്രം ലക്ഷ്യമാക്കി, തന്നെ മാത്രം ഉദ്ദേശിച്ച്, തനിക്ക് വേണ്ടി മാത്രം, അതാണ് ആത്മംഭരികളെന്ന് പറയുന്നത്. തന്റെ നിലനിൽപ്പിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, തന്റെ നന്മയെ മാത്രം ആരംഭിച്ചുകൊണ്ട്, അതായത് ഈ ദേവതകളെല്ലാം വിസ്മരിച്ചിട്ട്, ദേവതാസങ്കല്പം കൂടാതെ ഏ ഭുഞ്ചതേ ആരാണോ ഭക്ഷിക്കുന്നത്, ഏതു അഖം പാപം അവർ പാപത്തെയാണ് ഭക്ഷിക്കുന്നത്, അനുഭവിക്കുന്നത്. സ്വയമപി പാപായി പചന്തി, തനിക്ക് വേണ്ടി പാകം ചെയ്യുന്നു. ആരാണോ, ആരുടെ അനുഗ്രഹം കൊണ്ടാണോ തനിക്കിതെല്ലാം ലഭിക്കുന്നത്, ആ ശക്തികളെ വിസ്മരിച്ചിട്ട് തനിക്ക് വേണ്ടി അവൻ പാകം ചെയ്യുന്നു. പാകം നിർവർത്തയന്തി, പാകത്തെ അനുഷ്ഠിക്കുന്നു. ആത്മകാരണാത് ആത്മഹേതോ, തന്നെ മാത്രം ഉദ്ദേശിച്ച്, തനിക്ക് വേണ്ടി മാത്രം അവൻ പാപിയാണ്. അപ്പൊ ഇവിടെ മനുഷ്യന് ധർമ്മമായി, സ്വധർമ്മം എന്ന് പറയുമ്പോൾ ഇത് എല്ലാം വരും. സ്വധർമ്മമായി ഒരുവൻ കർമ്മത്തെ അനുഷ്ഠിക്കുന്നുവെന്ന് പറയുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞല്ലോ, കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം ഇതും അതിന്റെ ഒരു ഭാഗമാണ്. കർമ്മയോഗി ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിത്യകർമ്മങ്ങൾ അവൻ അനുഷ്ഠിക്കുമ്പോൾ ഫലസംഘം, ഫലകാമന കൂടാതെ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അവന്റെ എല്ലാ കർമ്മങ്ങളും ഈ ദേവതാർപ്പണ ബുദ്ധിയോടുകൂടിയും ചെയ്യണം. അത് കർമ്മയോഗത്തിന്റെ ഒരു ഭാഗമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ദേവതാ സാന്നിധ്യമുള്ളതാണ്. നമ്മൾക്ക് ഏകദൈവസങ്കല്പം, ഈ ഏകദൈവസങ്കല്പം, ദൈവം ഏകമാണ് എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. പക്ഷെ ദൈവം ഏകമാണെന്ന് പറയുന്നത് എത്രമാത്രം ശ്രേഷ്ഠമാണോ അതുപോലെ ശ്രേഷ്ഠമാണ് ദൈവം അനേകമാണെന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഏകനായിരിക്കാൻ കഴിയുന്ന ദൈവത്തിന് അതേസമയം അനേകനായിരിക്കാനും കഴിയും. അതാണ് നമ്മൾ പറയുന്നത് സഹസ്രമൂർത്തയെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ദൈവൻ അനന്തമൂർത്തിയോടുകൂടിയതാണ്. എല്ലാ മൂർത്തികളും ദേവന്റെ മൂർത്തിയാണ്. അപ്പൊ ഏകദൈവസങ്കല്പം അതിനെ ശ്രേഷ്ഠമായി നമ്മൾ പുകഴ്ത്തുമ്പോൾ അനേക ദൈവസങ്കല്പമുള്ള നമ്മുടെ എന്താണ് ഈ ഭാരതീയമായ സങ്കല്പം അത് അപക്വമാണ് എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതിന്റെ തത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അനേകനായിരിക്കാൻ കഴിയാത്ത ദൈവം പരിമിതപ്പെട്ടു പോകും. ഏകത്വം എന്ന് പറയുന്നത് കേവലം നമ്മുടെ മനസ്സിന്റെ സംഖ്യയെ സംബന്ധിച്ചുള്ള ഒരു കൽപ്പനയാണ്. സംഖ്യ എന്ന് പറയുന്നത് സാപേക്ഷികമാണ്. ഏകത്വം എന്ന് പറയുന്ന കൽപ്പനയ്ക്ക് എത്രമാത്രം മൂല്യമുണ്ടോ അതേ മൂല്യം തന്നെ അനേകത്വം എന്ന് പറയുന്നതിനുണ്ട്. ഏകമായിരിക്കുന്ന ഈശ്വരൻ അനേകനായിരിക്കാൻ കഴിയുന്നെങ്കിൽ അത് ഈശ്വരന്റെ ഒരു പരിമിതിയാണ്. ഈശ്വരനവിടെ പാപ്പരായിരിക്കുകയാണ്. ഈശ്വരൻ അതിനെ കഴിയൂ. ഈശ്വരൻ മാത്രമേ അതിന് കഴിയൂ. അങ്ങനെ ഒരേ സമയം ഏകനായും അനേകനായും ഇരിക്കാൻ. ഈ ഏകദൈവ സങ്കല്പവും അദ്വൈത സങ്കല്പവും രണ്ടും ഒന്നല്ല. അദ്വൈതം എന്ന് പറഞ്ഞാൽ ഏകം എന്നുള്ള അർത്ഥം. ഏകം എന്ന് പറയുന്ന സംഖ്യ ഒന്ന്, ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയുന്നത് വെറും ബാലിശ്യമായ ഒരു ചിന്താഗതിയാണ്. ഏറ്റവും ബാലിശ്യമായ ഒരു ചിന്താഗതിയാണ്. എന്നുവെച്ചാൽ ദൈവത്തിലൊരു സംഖ്യ ആരോപിക്കുന്നു.
ഒരു സംഖ്യ ആരോപിക്കാമെങ്കിൽ എന്തുകൊണ്ട് രണ്ടെന്നുള്ള സംഖ്യ ആരോപിച്ചുകൂടാ? ദൈവം രണ്ടെന്ന് പറഞ്ഞാൽ എന്താ ദോഷം? ദൈവത്തിനുള്ള ദോഷം വരും? ഒരു ദോഷവും വരത്തില്ല. ദൈവത്തിന് ഒന്നായിരിക്കാമെങ്കിൽ ദൈവത്തിന് രണ്ടുമായിരിക്കാം, മൂന്നായിരിക്കാം, നാലായിരിക്കാം. അതൊന്നും യാതൊരു വ്യത്യാസമില്ല. അതിനൊന്നും യാതൊരു വിശേഷതയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിൽ ദൈവത്തിനെ അനേകനായി പറഞ്ഞിരിക്കുന്നത്. രൂപം വിരൂപം പ്രതിരൂപോ ബഭൂവ. അവൻ ഓരോ രൂപത്തിലും ഓരോ രൂപം ധരിച്ചിരിക്കുന്നു എന്നാണ്. ഏകനായും അനേകനായും ഇരിക്കുന്നു എന്നാണ് ഇവിടുത്തെ സങ്കല്പം. അല്ല ഒന്നായിരിക്കുന്നു എന്നുള്ളതല്ല. ഏകം എന്ന് പറയുന്ന സംഖ്യയിൽ ഈശ്വരനെ ഒരുമിപ്പിച്ചിരിക്കുകയല്ല. അതെന്തോ ഒരു വലിയ സങ്കല്പമാണ് എന്ന് ഇപ്പം നമ്മളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആരും ഭാരതീയരും അത് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഏതോ ബുദ്ധിശൂന്യന്മാർ പറഞ്ഞ് ചിന്തിക്കാതെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അനേക ദൈവങ്ങൾ അത് ആരാധിക്കണം. അതുകൊണ്ടാണ് നമുക്ക് 33 കോടി ദേവന്മാരുണ്ടായത്. 33 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തദേവന്മാർ. കാരണം ദേവസാന്നിധ്യം ഓരോ അണുവിലുമുണ്ട്. ദേവസാന്നിധ്യം അതിന് 33 കോടി ആകാതെ എങ്ങനെ വരും? അപ്പോൾ ഓരോ അണുവിലുമുള്ള ദേവസാന്നിധ്യത്തെ, ആ ദേവസാന്നിധ്യത്തെയും സ്മരിച്ചുകൊണ്ട് വേണം കർമ്മയോഗി കർമ്മം ചെയ്യേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ ഏകനായും അനേകനായും ഇരിക്കുന്നു. ഈശ്വരൻ ഏകരൂപത്തിലും ബഹുരൂപത്തിലും ഇരിക്കുന്നു. സഹസ്രപാദാക്ഷി ശിരോരു ബാഹവേ എന്നാണ് ഇവിടെ പറയുന്നത്. അവന് സഹസ്രപാദങ്ങളുണ്ട്, സഹസ്രാക്ഷികളുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എന്താ എന്റെ താല്പര്യം? അത് അനേകനമായി ഇരിക്കുന്നു എന്നാണ്. അത് പരമാവധി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ജീവചൈതന്യം ഉള്ളിടത്തെല്ലാം ഈശ്വര സാന്നിധ്യം ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ ഒരു പടി കൂടെ പറഞ്ഞിട്ട് പറയുന്നത് എന്താണ്? ജീവസാന്നിധ്യം ഇല്ലാത്തത് മണ്ണിലും കല്ലിലും എല്ലായിടത്തും ജീവൻ എങ്ങനെയാണോ ഈ സ്ഥൂല ശരീരത്തിലിരിക്കുന്നത് അതുപോലെ അവിടെയും ഉണ്ടെന്നാണ്. ഈശ്വര ചൈതന്യം ദേവതാരൂപത്തിൽ അവിടെ ഇരിക്കുന്നു എന്നാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഒരു മണൽത്തരിക്ക് പോലും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അതും ഇതിന് ഒഴിവാക്കാൻ വയ്യാത്ത ഒരു ഭാഗം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സൂക്ഷ്മമായ ഒരു ഘടകവും. സ്ഥൂലമായ വസ്തുക്കൾക്ക് എങ്ങനെയാണോ ഈ പ്രപഞ്ചത്തിൽ സ്ഥാനമുള്ളത് അതുപോലെ സൂക്ഷ്മമായ വസ്തുക്കളും ഇതിന്റെ ഭാഗമാണ്. അപ്പോ ചൈതന്യവത്തായ വസ്തുക്കൾക്ക് ഈ പ്രപഞ്ചത്തിൽ എന്താണോ സ്ഥാനമുള്ളത് അതുപോലെ ജഡത്തിനും ഉണ്ടൊരു സ്ഥാനം. അതൊന്നും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ, മാറ്റി നിർത്താൻ പറ്റില്ല. മാറ്റി നിർത്താൻ ആളില്ല, മാറ്റി നിർത്താൻ ഇടവുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ ആദി ദൈവിക ഭാവം അതുകൂടി അംഗീകരിക്കണം എന്നുള്ളതാണ്. ഈ ആദി ദൈവിക ഭാവത്തെക്കുറിച്ച് നമ്മുടെ ഋഷിമാർ ചിന്തിച്ചിട്ടുള്ളതുപോലെ മറ്റുള്ളവർ ചിന്തിച്ചിട്ടില്ല. മറ്റുള്ളവർ പരമാവധി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആദിഭൗതികം, മറ്റൊന്ന് ആധ്യാത്മികം. 2 തലങ്ങളേ ഉള്ളൂ. മൂന്നാമതൊരു തലം കൂടി കണ്ടെത്തിയതാണ് നമ്മുടെ ഋഷിമാർ. ആദിദൈവികം എന്ന് പറയുന്ന ഒരു തലം. അതിനുമുണ്ട് പ്രാധാന്യം. ആധ്യാത്മികത്തിനും ആദി ഭൗതികത്തിനും ഉള്ളതുപോലെയുള്ള തുല്യമായ തലമതുണ്ട്. അതുകൊണ്ടാണ് വേദങ്ങളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലരും പറയുന്നു അതിന് ആദിഭൗതികമായ ഒരർത്ഥമുണ്ട്, ആധ്യാത്മികമായ ഒരർത്ഥമുണ്ട്. ഇനി ഇത് രണ്ടിലും പെടാതെ ആദിദൈവികം എന്ന് പറയുന്ന ഒരു അർത്ഥതലം കൂടിയുണ്ട്. വേദത്തിൽ ഒരു മന്ത്രത്തെ എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ 3 തരത്തിലും അത് വ്യാഖ്യാനിക്കണമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കാലോചിതം അല്ല, അസംബന്ധമാണ് എന്ന് പറഞ്ഞ് നമുക്ക്
തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങേറ്റം വന്നാൽ നമുക്കിതിനെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാനേ പറ്റത്തുള്ളൂ. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. യജ്ഞശിഷ്ടാസിനഃ, യജ്ഞശിഷ്ടത്തെ അശിക്കുന്നവരായി സന്തഃ, യജ്ഞശിഷ്ടത്തെ അനുഭവിക്കുന്നവരായി സർവകൽപിഷൈഹി മുച്യന്തേ, അവർ സർവപാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്നു. ഏതോ ആരാണോ ആത്മകാരണാത് പചന്തി, സ്വാർത്ഥമായി പാകം ചെയ്യുന്നതെന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി മാത്രം പ്രവൃത്തി ചെയ്യുന്നത്, തേ അഹം ഭുഞ്ചതേ, അവർ പാപത്തെ അനുഭവിക്കുന്നു. ഇവിടെ പചന്തി എന്ന് പറയുന്ന ഒരു ഉദാഹരണമായി പറഞ്ഞാണ്. പാകക്രിയയിലെ എല്ലാ ക്രിയകളെയും എടുക്കണം. തന്നെ മാത്രം ഉദ്ദേശിച്ചാരാണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അവൻ പാപത്തെ അനുഭവിക്കുന്നു എന്നാണ്. യജ്ഞശിഷ്ടാസിനഃസന്തോ മുച്യന്തേ സർവകിൽബിഷൈഹി ഭുഞ്ജതേ തേ ത്വഘം പാപാ യേ പചന്ത്യാത്മകാരണാത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവഃ. ഇതശാദികൃതേന കർമ്മകർത്തവ്യം. ഇനം പറയുന്നു, ഇനി പറയാൻ പോകുന്ന കാരണങ്ങളെ കൊണ്ടും കർമ്മത്തിന് അധികാരിയായിരിക്കുന്നവൻ കർമ്മത്തെ ചെയ്തു തന്നെ തീരണം. എന്തുകൊണ്ട്? ജഗത് ചക്ര പ്രവൃത്തി ഹേതുഹി കർമ്മ. ജഗത് ചക്രം, ഈ ജഗത്തിലെ ഈ ജഗത്തിന്റെ ഈ പരിണാമം, ഒന്നിൽ നിന്ന് പരിണമിച്ച് മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥ, അതായത് ജീവന്റെ നിലനിൽപ്പ്, അതാണ് ജഗത് ചക്ര പ്രവൃത്തി എന്ന് പറയുന്നത്. അതിന് ഹേതുവായിരിക്കുന്നത് ഈ കർമ്മം തന്നെയാണ്. കഥം ഇത് ഉച്യതേ അന്നാദ് ഭവന്തി. അന്നാദ് ഭുക്താത് ലോഹിതരേത പരിണതാത് പ്രത്യക്ഷം ഭവന്തി ജായന്തി ഭൂതാനി. അന്നത്തിൽ നിന്നാണ് ഈ ശരീരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അന്നം ഭക്ഷിക്കുന്നു, സ്ത്രീയും പുരുഷനും ഭക്ഷിക്കുന്നു. ഭുക്താത് ലോഹിതരേത, സ്ത്രീയിൽ രോഹിതമായും പുരുഷനിൽ രേതസായും അത് പരിണമിക്കുന്നു. അങ്ങനെ പരിണമിച്ചിട്ട് അതെന്ത് ചെയ്യുന്നു? പുതിയ മറ്റൊരു ശരീരത്തിനത് കാരണമായി തീരുന്നു. പ്രത്യക്ഷം ഭവന്തി ജായന്തി ഭൂതാനി. അങ്ങനെ ഈ ജീവികൾ ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അന്നം ജീവന്റെ ഉത്പത്തിക്ക് കാരണമാണ്. ഇത് നമ്മൾ കാണുന്നുണ്ട്. പർജന്യ വൃഷ്ഠേഹി അന്നസ്യ സംഭവം. ഇതൊരു ഉദാഹരണമായി പറയുകയാണ്. വൃഷ്ടി എന്നുള്ളതുകൊണ്ട് വൃഷ്ടിയെ മാത്രം എടുക്കണ്ട, ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി വരുന്ന എല്ലാ ശക്തികളെയും എടുക്കാം. ഇവിടെ മുഖ്യമായി വൃഷ്ടിയെ പറയുന്നു. വൃഷ്ടിയിൽ നിന്ന് അന്നം ഉണ്ടാകും. വൃഷ്ടി മാത്രം കൊണ്ട് അന്നം ഉണ്ടാകത്തില്ല, പക്ഷെ മുഖ്യം അതാണ്. അതിൽ നിന്ന് അന്നം ഉണ്ടാകുന്നതായി നമ്മൾ കാണുന്നു. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷമായി കാണുന്നതിനെ ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നതാണ് ശാസ്ത്രത്തിന്റെ ഒരു സമ്പ്രദായം. അതനുസരിച്ച് ഇതിനെ ദൃഷ്ടാന്തമായി എടുത്തു കാണിക്കുകയാണ്. വൃഷ്ടിയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നതായി കാണുന്നു. അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യ. യജ്ഞത്തിൽ നിന്നും പർജന്യം ഉണ്ടാകുന്നു. പറഞ്ഞല്ലോ, യജ്ഞം എന്ന് പറയുന്നുണ്ട് ഹവിസർപ്പിക്കുന്നത് മാത്രം എടുക്കണ്ട, പക്ഷെ ഹവിസർപ്പിക്കുന്നത് യജ്ഞം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത് പറയുന്നത് അഗ്നൗ പ്രസ്ഥാഹൂതി സമ്യക് ആദിത്യ ഉപതിഷ്ഠതേ ആദിത്യാധ്യായതേ വൃഷ്ടിരന്നം തതപ്രജാ. മനുവും പറഞ്ഞിട്ടുണ്ട്. അഗ്നൗ പ്രസ്ഥാഹൂതി, അഗ്നിയിൽ ആഹൂതി സമർപ്പിച്ചു കഴിഞ്ഞാൽ സമ്യക് ആദിത്യം ഉപതിഷ്ഠതേ, അത് ആദിത്യനെ പ്രാപിക്കുന്നു. എന്തുകൊണ്ട്? അഗ്നിയുടെ ദേവതയാണ് ആദിത്യൻ. അഗ്നിയിൽ സ്ഥൂലമായിരിക്കുന്ന അഗ്നിയിൽ ദേവതാ സങ്കല്പത്തോടുകൂടിയാണ് ആഹൂതിയെ അർപ്പിക്കുന്നത് ദേവയജ്ഞത്തിൽ. അത് ദേവൻ
അതിനെ സ്വീകരിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി അതെന്ത് ചെയ്യുന്നു? ആദിത്യനെ പ്രാപിക്കുന്നു. ആദിത്യാധ്യായതേ വൃഷ്ടി. ആ ദേവതയുടെ അനുഗ്രഹം വൃഷ്ടിക്ക് കാരണമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും പ്രവർത്തിക്കുന്നതിന് അതിന്റെ പിന്നിലുള്ള ആദിദൈവിക ശക്തിയുടെ അനുഗ്രഹം കാരണമാണ്. അതുകൊണ്ടെന്ന് വരുന്നു? ആദിത്യനിൽ നിന്നും വൃഷ്ടി ഉണ്ടാകുന്നു, വൃഷ്ടിയിൽ നിന്ന് അന്നം ഉണ്ടാകുന്നു. ഭൗതികമായി നോക്കിയാലും സൂര്യൻ മേഘത്തെ ഉണ്ടാക്കുന്നു, മേഘത്തിൽ നിന്ന് വർഷം ഉണ്ടാകുന്നു, വർഷത്തിൽ നിന്ന് ഭൂമിയിൽ സസ്യസമൃദ്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് പ്രജകൾ നിലനിൽക്കുന്നു. ഇത് ഭൗതികമായ ദൃഷ്ടിയിലും ശരിയാണ്. ഇവിടെ പറയുന്നത് കേവലം ഭൗതികമായ തലത്തിലല്ല, ആദിദൈവിക ഭാവത്തിലാണ്. ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഈ സ്ഥൂല രൂപങ്ങൾക്ക് പിന്നിൽ സൂക്ഷ്മ ശക്തികൾ നിലനിൽക്കുന്നു. അവയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഈ ജീവന ഭൂമിയിൽ നിലനിർത്തിപ്പോരുന്നത്. ഇത് സ്മൃതേഹി, ഇത് സ്മൃതിയിലും പറഞ്ഞിരിക്കുന്നു, മനുവും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞ അന്നാദ് ഭവതി ഭൂതാനി പർജന്യാക അന്നസംഭവ. പർജന്യത്തിൽ നിന്നും അന്നം ഉണ്ടാകുന്നു. യജ്ഞാദ് ഭവതി പർജന്യു, യജ്ഞം കൊണ്ട് പർജന്യം ഉണ്ടാകുന്നു, മേഘം ഉണ്ടാകുന്നു, മഴയുണ്ടാകുന്നു. അപ്പോൾ ഇത് എല്ലാ സത്കർമ്മങ്ങളെ എടുക്കുക. എല്ലാ സത്കർമ്മങ്ങൾ കൊണ്ടും മനുഷ്യന്റെ സത്കർമ്മങ്ങൾ, അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നു, ഐശ്വര്യം ഉണ്ടാകുന്നു. അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. സത്പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യങ്ങൾ, എല്ലാവരും ഒരു സമൂഹം തന്നെ അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഐശ്വര്യം ഉണ്ടാകുന്നു. ഇത് സ്മൃതിഹി, ഇത് സ്മൃതി പറയുന്നുണ്ട്. അടുത്ത് പറയുന്നു യജ്ഞ കർമ്മസമുദ്ഭവം. അവസാനം 4ാമത്തെ പാദം. യജ്ഞം കർമ്മസമുദ്ഭവമാണ്. അതൊരു പ്രധാനപ്പെട്ട ആശയമാണ്. യജ്ഞം എന്ന് പറഞ്ഞ അപൂർവം. സജയജ്ഞ കർമ്മസമുദ്ഭവ. യജ്ഞം അതായത് അപൂർവം എന്താണ്? കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു. മുഖ്യമായിട്ടും വൈദികമായ കർമ്മങ്ങൾ. എല്ലാ കർമ്മങ്ങളും സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. വൈദിക കർമ്മങ്ങൾ വൈദികമായ സംസ്കാരത്തെ, വിശേഷ സംസ്കാരത്തെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇവിടെ യജ്ഞത്തിന് അപൂർവം എന്നാണ് പറഞ്ഞത്. അതായത് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മത്തിൽ നിന്നും സ്ഥൂലമായ ഫലങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ സൂക്ഷ്മമായ ഫലങ്ങളും ഉണ്ടാകും. ആ സൂക്ഷ്മമായ ഫലങ്ങൾക്ക് പറയുന്ന പേരാണ് അപൂർവം. മുമ്പില്ലാതിരുന്നത്, മുമ്പാരും കണ്ടിട്ടില്ലാത്തത്, ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത് എന്നാണ് അപൂർവ ശബ്ദത്തിന്റെ അർത്ഥം. അതുണ്ടാകും നമ്മൾ അറിയുന്നില്ല. പാകം ചെയ്യുന്നു, പാകം ചെയ്യുമ്പോൾ അതിന് അന്നം ഉണ്ടാകുന്നു നമുക്കറിയാം, പ്രത്യക്ഷമായി നമ്മൾ കാണുന്നുണ്ട്, നമുക്കത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതേസമയം തന്നെ അതിൽ നിന്നും ചെയ്യുന്നവന്റെ അന്ധകരണത്തിൽ ഒരു സംസ്കാരം ഉണ്ടാകുന്നു. അതാണ് അപൂർവം. സച യജ്ഞകർമ്മ സമുദ്ഭവ, യജ്ഞകർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. സച യജ്ഞ, ആ യജ്ഞം എന്നുവെച്ചാൽ അപൂർവം കർമ്മസമുദ്ഭവ, കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് എന്നാണ്. എന്താണ്? ഋത്തിക് യജമാനയോശ്ച വ്യാപാര കർമ്മ. ഋത്തിക്കും യജമാനനും ഇവിടെ പറയുന്നത് യാഗത്തെക്കുറിച്ചാണ്. യാഗം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പുരോഹിതൻ, അവനാണ് ഋത്തിക്കുകൾ. യജമാനൻ എന്ന് പറയുന്നത് ആരാണോ ആ യാഗം ചെയ്യുന്നത്, ആ യാഗത്തിന് വേണ്ടി ധനം ചെലവഴിച്ച് ആ യാഗം തനിക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നവൻ, അവനാണ് യജമാനൻ. അവരുടെ രണ്ടുപേരുടെയും കൂടെ ചേരുന്ന പ്രവൃത്തികളാണ് കർമ്മം എന്ന് പറയുന്നത്. രണ്ടും ചേരണം. പുരോഹിതൻ ചെയ്യേണ്ട പ്രവൃത്തികളും വേണം, യജമാനൻ ചെയ്യേണ്ട പ്രവൃത്തികളും വേണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അത് യാഗങ്ങളാവും. തദക സമുദ്ഭവം, അതിൽ നിന്നുണ്ടാകുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരമാണ് ഫലത്തെ കൊടുക്കുന്നത്. യസ്യ യജ്ഞസ്യ അപൂർവസ്യ സ യജ്ഞ, അങ്ങനെയുള്ള ആ യജ്ഞം, അതായത് അപൂർവം, അത് കർമ്മത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് അപൂർവത്തിന് എന്ത് പറയുന്നു? കർമ്മസമുദ്ഭവ. മീമാംസകർ, പൂർവ്വമീമാംസകർ പ്രത്യേകിച്ചും കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തെല്ലാം അവർ ഈ അപൂർവത്തെക്കുറിച്ചും പറയും. അത് പലതരത്തിലുള്ള അപൂർവങ്ങളെക്കുറിച്ച് കുമാരല ഭട്ടനും പ്രഭാകര ഗുരു എല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള അപൂർവങ്ങൾ, മുഖ്യാപൂർവങ്ങൾ, അവാന്തര അപൂർവങ്ങൾ, പലതരത്തിൽ ഓരോരോ കർമ്മങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അപൂർവങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനിവിടെ ഒന്ന് പരാമർശിക്കുകയാണ്. എല്ലാ കർമ്മങ്ങളിൽ നിന്നും സംസ്കാരം ഉണ്ടാകുന്നു, അക്കാര്യത്തിൽ തർക്കമുള്ളതല്ല. ആ സംസ്കാരത്തിന് ഇവിടെ അപൂർവം എന്ന് പറഞ്ഞിരിക്കുന്നു. അപൂർവമാണ് ഫലത്തെ കൊടുക്കുന്നതിന് കാരണം. അപൂർവമാണ് ഈ ദേവതകളെ സന്തോഷിപ്പിക്കുന്നത്.
ദേവതകൾ ഈ കർമ്മവുമായി ബന്ധപ്പെടുന്ന ഈ അപൂർവദ്വാരായാണ്. ഇതെല്ലാം മീമാംസയിലെ ചർച്ചാ വിഷയമാണ്. അതിലൂടെ ഒന്ന് പരാമർശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, യജ്ഞമാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് മാത്രമല്ല, പറയുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് യജ്ഞമാണ്. ആ യജ്ഞം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ദേവയജ്ഞം. ബാക്കി വരുന്ന എല്ലാ യജ്ഞങ്ങളെയും കൂടെ കണക്കിലെടുക്കുമ്പോഴേ യജ്ഞം പൂർണ്ണമാകത്തുള്ളൂ. അതുകൊണ്ട് അതിനെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ എല്ലാ കർമ്മങ്ങളും യജ്ഞഭാവന വേണം. യജ്ഞഭാവനയോടുകൂടി വേണം കർമ്മയോഗി കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അവിടെ ശ്ലോകത്തിൽ നോക്കുക. ഭൂതാനി അന്നാൻ ഭവന്തി. ഭൂതങ്ങൾ, പ്രാണികൾ എന്ന് വെച്ചാൽ പ്രാണിശരീരങ്ങൾ അന്നാത് ഭവന്തി, അന്നത്തിൽ നിന്നും ഉണ്ടാകുന്നു. പർജന്യാത് അന്നസംഭവ. അന്നം പർജന്യത്തിൽ നിന്നും വൃഷ്ടിയിൽ നിന്നും ഉണ്ടാകുന്നു. മേഘം, വൃഷ്ടി രണ്ടും എടുക്കാം. യജ്ഞാത് ഭവതി പർജന്യ. യജ്ഞത്തിൽ നിന്നും പർജന്യം ഉണ്ടാകുന്നു. അടുത്ത് വരുന്നത് യജ്ഞ എന്ന് വെച്ചാൽ അപൂർവം കർമ്മസമുദ്ഭവ. കർമ്മത്തിൽ നിന്നും ഉണ്ടാകുന്നു അപൂർവം. അടുത്ത് പറയുന്നു കർമ്മത്തിൽ നിന്നും അപൂർവം ഉണ്ടാകുന്നു. അപൂർവമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മസമുദ്ഭവം കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. തച്ചകർമ്മേ ഭാഷ്യത്തിൽ കർമ്മ ബ്രഹ്മോദ്ഭവം. കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന ജീവന്മാർ അനുഷ്ഠിക്കേണ്ടതായ കർമ്മത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പഞ്ചമഹായജ്ഞങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ വരുന്ന കർമ്മങ്ങളെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ് അതിന്റെ ഉത്പത്തി. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ബ്രഹ്മവേദ. വേദമാണ് സ ഉദ്ഭവ കാരണയസ്യ. തത് കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ജാനിഹി എന്നറിയൂ. കാരണം ഈ കർമ്മങ്ങളെക്കുറിച്ച് ഇത് ഇന്ന രീതിയിൽ ചെയ്യണം എന്നെല്ലാം വെളിപ്പെടുത്തുന്നത് വേദമാണല്ലോ. അതുകൊണ്ട് വേദമാകുന്ന ബ്രഹ്മത്തിൽ നിന്ന് ഈ കർമ്മങ്ങളെല്ലാം ഉണ്ടായി. ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നതിന് വേദം എന്നർത്ഥം പറയാൻ കാരണം ഇവിടെ നമ്മൾക്ക് അനുഷ്ഠേയമായിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് മുഖ്യമായി ചർച്ച ചെയ്യുന്നത്. മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം. കാരണം കർമ്മയോഗിയെ സംബന്ധിച്ചിടത്തോളം കർമ്മയോഗി ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഈ പഞ്ചമഹായജ്ഞങ്ങളെ പോലെയുള്ള കർമ്മങ്ങളാണ്. അത് വേദമാണ് വെളിപ്പെടുത്തുന്നത്. ബ്രഹ്മ പുനർ വേദാഖ്യം അക്ഷരസമുദ്ഭവം. ആ ബ്രഹ്മമാണെങ്കിലോ കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മ അക്ഷരസമുദ്ഭവം. ആ ബ്രഹ്മമാണെങ്കിലോ അക്ഷരത്തിൽ നിന്ന് ഉണ്ടായതാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരം ബ്രഹ്മ പരമാത്മാ സമുദ്ഭവോ യസ്യ തത് അക്ഷരസമുദ്ഭവം ബ്രഹ്മ വേദ ഇത്യർത്ഥ. അക്ഷരസമുദ്ഭവമാണ്. അക്ഷരം എന്ന് വെച്ചാൽ എന്താണ്? ബ്രഹ്മ പരമാത്മാ. ആ പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണ് ആ വേദം. കാരണം ഇവിടെ സാധാരണ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് ശബ്ദം വന്നു. ഒന്നെന്താണ്? ബ്രഹ്മമെന്നും മറ്റൊന്ന് അക്ഷരവും. ഈ രണ്ട് ശബ്ദവും സാധാരണ ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, പരമാത്മാ എന്നുള്ള അർത്ഥത്തിൽ. പക്ഷെ ഒന്നിൽ നിന്ന് ഒന്നുണ്ടായെന്ന് പറയുമ്പോൾ ഒന്നെന്തായാലും വേറെ ആയിരിക്കും. അതുകൊണ്ട് ബ്രഹ്മ സത്യം തപോ വേദ. ബ്രഹ്മത്തിന് സത്യം എന്നർത്ഥമുണ്ട്, തപസ്സെന്നർത്ഥമുണ്ട്, വേദം എന്നർത്ഥമുണ്ട്.
ഇത് കോശത്തിൽ നിഘണ്ടുവിൽ തന്നെ കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ബ്രഹ്മത്തിനൂടെ ആദ്യം വേദം എന്നർത്ഥം പറഞ്ഞു. ആ വേദം അക്ഷരത്തിൽ നിന്ന് പരമാത്മാവിൽ നിന്ന് ഉണ്ടായി എന്ന്. ഇവിടെയും ഇതിനെ മറ്റു പല പുതിയ വ്യാഖ്യാതാക്കളും തിരിച്ചും മറിച്ചുമൊക്കെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുന്നുണ്ട്. വിശേഷിച്ച ഒരു അർത്ഥവും കിട്ടുന്നില്ല. ഭാഷ്യകാരൻ പറഞ്ഞ കൂടുതൽ വളരെ കേവലമായ അർത്ഥമൊന്നും അതുകൊണ്ട് കിട്ടാൻ ഇവിടെ സാധ്യതയില്ല. ഇവിടെ പറഞ്ഞു വരുന്ന സന്ദർഭം അനുസരിച്ച് കർമ്മം എന്ന് പറയുന്നത് അനുഷ്ഠേയമായിരിക്കുന്ന ജീവന്റെ കർത്തവ്യമായിരിക്കുന്ന കർമ്മങ്ങളായതുകൊണ്ട് ആ കർമ്മങ്ങൾ വേദത്തിൽ നിന്നുണ്ടായി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആ വേദം പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണെന്ന് വേദത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനും ഭാഷ്യകാരന് പെശകൊന്നും പറ്റിയിട്ടില്ല. അതാണ് അക്ഷരം ബ്രഹ്മ പരമാത്മാ സമുദ്ഭവോ യസ്യ തദക്ഷര സമുദ്ഭവം ബ്രഹ്മവേദ ഇത്യർത്ഥഃ. പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണ് വേദം. അതുകൊണ്ട് വേദത്തിനൊരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. ബ്രഹ്മ അക്ഷര സമുദ്ഭവമാണ്. ഈ വേദത്തെ അക്ഷര സമുദ്ഭവമായി അറിയൂ, പരമാത്മാവിൽ നിന്നും ഉണ്ടായതായി അറിയൂ. യസ്മാത് സാക്ഷാത് പരമാത്മാഖ്യാത് അക്ഷരാത് പുരുഷ നിശ്വാസവത് സമുദ്ഭൂതം ബ്രഹ്മ തസ്മാത് സർവാർത്ഥപ്രകാശകത്വ സർവഗതം. അതുകൊണ്ടാണ് തസ്മാത് സർവഗതം ബ്രഹ്മ. വീണ്ടും ആ വേദത്തെ വിശേഷിപ്പിക്കുകയാണ്. യസ്മാത് സാക്ഷാത് പരമാത്മാവ്, സാക്ഷാത് പരമാത്മാവിൽ നിന്നും പരമാത്മാ ആഖ്യാത് അക്ഷരാത്, അക്ഷരം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്ന പരമാത്മാവിൽ നിന്നും പുരുഷ നിശ്വാസവ ജീവന്മാരുടെ വിശ്വാസത്തെ പോലെ സമുദ്ഭൂതം പ്രകടമായതാണ് ബ്രഹ്മം, അതായത് വേദം. പരമാത്മാവിന്റെ നിശ്വാസം ഏതുപോലെ ജീവൻ വിശ്വസിക്കുന്നത് പോലെ പരമാത്മാവിന്റെ നിശ്വാസം എന്നുള്ള രീതിയിൽ പ്രകടമായതാണ് ബ്രഹ്മവേദം. തസ്മാ സർവാർത്ഥ പ്രകാശകത്വ സർവവിഷയങ്ങളെയും ഒരു ജീവന്റെ ശ്രേയസ്സിനും പ്രേയസ്സിനും ഉപകരിക്കുന്ന സർവ്വകാര്യങ്ങളെയും അത് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനെ സർവഗതം എന്ന് പറഞ്ഞിരിക്കുന്നു, സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുന്നു. സർവഗതമപി സത് നിത്യം സദാ യജ്ഞവിധി പ്രധാനത്വാ യജ്ഞേ പ്രതിഷ്ഠിതം. അത് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്നുവെച്ചാൽ അതാണ് യജ്ഞത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. സർവഗതമപി സത് നിത്യം സദാ, അതെപ്പോഴും എന്ത് ചെയ്യുന്നു? യജ്ഞവിധി പ്രധാനത്വം. അത് യജ്ഞവിധി പ്രധാനമാണ്. യജ്ഞവിധികളെക്കുറിച്ച് പറയുന്നു. എല്ലാ തരത്തിലുള്ള യജ്ഞത്തെക്കുറിച്ച് അത് വിശദീകരിക്കുന്നതുകൊണ്ട് യജ്ഞയെ പ്രതിഷ്ഠിതം, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്. അപ്പൊ യജ്ഞത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബ്രഹ്മശബ്ദത്തിന് വേദമെന്ന് അർത്ഥം പറഞ്ഞു. അല്ല പരമാത്മാവ് യജ്ഞത്തിൽ പ്രതിഷ്ഠിതമെന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് യജ്ഞം പരമാത്മാവിൽ പ്രതിഷ്ഠിതമാണ്. പക്ഷെ വേദത്തെ അങ്ങനെ പറയാം, യജ്ഞപ്രതിഷ്ഠിതമാണെന്ന് പറയാം. കാരണം വേദം അതിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ വേദത്തിന്റെ മുഖ്യമായ അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമായ പ്രതിപാദ്യ വിഷയമെന്ന് പറയുന്നത് യജ്ഞമാണ്. അതുകൊണ്ട് വേദം യജ്ഞപ്രതിഷ്ഠിതമാണ് എന്ന് പറയാം. ആ യജ്ഞത്തെ കർമ്മയോഗിക്ക് അനുഷ്ഠിക്കേണ്ടതായി വരുന്ന കർമ്മമാണ് യജ്ഞം. കർമ്മം എങ്ങനെയാണോ മുഖ്യമായിരിക്കുന്നത് അതുപോലെ ആ കർമ്മത്തെ വെളിപ്പെടുത്തുന്ന ശാസ്ത്രവും മുഖ്യമാണ്. അതുകൊണ്ട് വേദത്തിന് അതിന്റെ പ്രാധാന്യത്തെ കൊടുക്കുന്നു, കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ആചാര്യസ്വാമികൾ കർമ്മത്തെ നിഷേധിക്കുന്നില്ല, കർമ്മത്തിന്റെ പ്രാധാന്യത്തെ ഒട്ടും കുറച്ച് കാണിക്കുന്നില്ല ഒരു സ്ഥലത്തും. പിന്നെ കർമ്മത്തെ നിഷേധിക്കുന്ന ഭാഗങ്ങൾ വരുന്നത് എവിടെ? അസ്ഥിതപ്രജ്ഞന്റെ നിലയിൽ അവിടെ കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് പറയുകയാണ്. അല്ലാതെ സമൂഹത്തിൽ ആചാര്യസ്വാമികൾ സമൂഹത്തിനൊരിക്കലും കർമ്മത്തെ നിഷേധിച്ചിട്ടില്ല, സമൂഹത്തിനൊരിക്കലും കർമ്മത്തിന്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിച്ചിട്ടില്ല. മറിച്ച് അതിനിവിടെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ അദ്വൈതം എന്ന് പറയുന്ന സിദ്ധാന്തം തന്നെ കർമ്മത്തെ നിഷേധിക്കുന്നതാണ് എന്നൊരു അബദ്ധധാരണ ഈ അദ്വൈതം ശരിയായ രീതിയിൽ ഈ തത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് പ്രചരിച്ചിട്ടുണ്ട് അദ്വൈതത്തെ സംബന്ധിച്ച്, അങ്ങനെ ഒരു ആക്ഷേപമായിട്ട്. അതുകൊണ്ടാണ് അദ്വൈതത്തെക്കുറിച്ച് പറയുന്നത് ജീവിത നിഷേധിയാണെന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അങ്ങനെയുള്ള ഒന്നല്ല. സമൂഹത്തിന് കർമ്മത്തിനെ നിൽക്കാൻ പറ്റും, സമൂഹം കർമ്മത്തിൽ തന്നെ നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ കർമ്മത്തെ നിഷേധിക്കുന്നത് വളരെ അപൂർവമായ സഹസ്രാണം മനുഷ്യേഷു എന്ന് പറയും.
അങ്ങനെ വരുന്ന അപൂർവം ചിലർക്ക് മാത്രമാണ് ആ ബ്രഹ്മനിഷ്ഠയിൽ കർമ്മത്തിന് പ്രസക്തിയില്ല എന്ന് പറയുന്നത്. അവിടെയും കർമ്മം ആകാമെന്നാണ് പറയുന്നത്. അല്ലാതെ കർമ്മത്തെ ആ രീതിയിൽ നിഷേധിക്കുന്നുണ്ട്. ഇത് രണ്ടിനെയും സമഗ്രമായി ചിന്തിക്കുമ്പോഴാണ് ആ ഭാഷ്യകാരന്റെ ആശയത്തെ മനസ്സിലാക്കുന്നത്. പിന്നെ കർമ്മത്തെക്കുറിച്ചുള്ള മീമാംസകരുടെ കാഴ്ചപ്പാടുകളെയാണ് നിഷേധിക്കുന്നത്. അത് നിഷേധിക്കുന്നുണ്ട്. കർമ്മത്തെ സംബന്ധിച്ച് മീമാംസകർക്ക് കുറെ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. പൂർവ്വമീമാംസകർക്ക്, വൈദികന്മാർ. അതിനെ ഭാഷ്യകാരൻ നിഷേധിക്കുന്നതിനെയാണ് സമൂഹത്തിൽ കർമ്മത്തെ നിഷേധിക്കുന്നതായിട്ട് പലരും തെറ്റിദ്ധരിച്ചത്. അങ്ങനെയല്ല എന്നുള്ളത് ഈ ഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. കർമ്മം ബ്രഹ്മോദ്ഭവം വേദത്തിൽ നിന്നും ഉളവായതാണ് എന്ന് വിധി അറിയൂ. ബ്രഹ്മ വേദം അക്ഷരസമുദ്ഭവം പരമാത്മാവിൽ നിന്നും ഉണ്ടായതാണെന്ന് വിധി അറിയൂ. തസ്മാത് അതുകൊണ്ട് ബ്രഹ്മ സർവഗതം, ബ്രഹ്മ വേദം സർവഗതമാണ്, സർവാർത്ഥപ്രകാശകമാണ്, സർവവിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാണ്. അത് ആ വേദം നിത്യം സദാ എപ്പോഴും യജ്ഞേ പ്രതിഷ്ഠിതം, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണ്, യജ്ഞത്തെ പ്രതിപാദിപ്പിക്കുന്നതാണ്. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഃ അഘായുരിന്ദ്രിയാരാമോ മോഘം പാർത്ഥ സജീവതി. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.